ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള 20 നിർദ്ദേശങ്ങൾ അത് വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. ഇത് താൽക്കാലികമായിട്ടുള്ള ഒരു സ്ട്രാറ്റജി മാത്രമാണ്. അത് ഇസ്രായേലിന് ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖത്തറിനെ ആക്രമിച്ചത്. 20 അമേരിക്കയുടെ നിർദ്ദേശം അത് വർക്കൗട്ട് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി തന്നെയാണ്. കാരണം അത്രത്തോളം ഈ സമൂഹത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹമാസ്. അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്ര സ്ഥാപനത്തിന് ആ പ്രദേശത്തുള്ള മറ്റ് അയൽ രാഷ്ട്രങ്ങളെ കൂടി പിന്തുണ എന്തായാലും അത്യാവശ്യമുണ്ട്. പലസ്തീൻ എന്നുള്ളത് കേവലം ഏതെങ്കിലും മതവിഭാഗത്തിൻ്റെ മാത്രമുള്ളതല്ല. അവിടെ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ജൂസ് എന്ന് പറയുന്നൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഷീറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. ഇതൊരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല എന്നുള്ളതാണ് പൊതുവെയുള്ള നരേറ്റീവ്. വായനകളെല്ലാം തിരിച്ചറിയപ്പെടുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നത് ഇത് ജൂയിഷ് കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി തമ്മിലുള്ള റിലീജിയസ് എത്നിക് കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല എന്നുള്ളതൊരു അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടൊരു കാരണം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉള്ളത് അറബ് രാഷ്ട്രങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. ഒരു ദ്വിരാഷ്ട്ര ഫോർമുലയാണ് ഇവിടെ രൂപീകരിക്കേണ്ടത്. ആ ഒരു കാഴ്ചപ്പാട് ലോകത്തുള്ള ലോക രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. വിദേശകാര്യ വിദഗ്ധനും അധ്യാപകനുമായ ജാബിർ ടി കെയാണ് നമുക്കൊപ്പം ചേരുന്നത്. സ്വാഗതം. ഇസ്രായേൽ പാലസ്തീൻ വിഷയം ഇപ്പോൾ ഒരു പ്രധാന വഴിത്തിരിവിൽ വന്ന് നിൽക്കുകയാണല്ലോ. അതായത് വെടിനിർത്തൽ എന്നുള്ള ഒരു ആശയത്തിലേക്ക് വരുന്നു. അമേരിക്ക നൽകിയിരിക്കുന്ന 20 നിർദ്ദേശങ്ങൾ ഇസ്രായേൽ അംഗീകരിക്കുന്നു. ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ടുള്ള ചില നിർദ്ദേശങ്ങളാണ് അമേരിക്ക നൽകിയിരിക്കുന്നത്. ഇത് പ്രായോഗികമാണോ? ഹമാസിനെ അങ്ങനെ അങ്ങ് ഒഴിവാക്കാൻ കഴിയുമോ? അതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് ഇവിടെ ഒരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്, അല്ലെങ്കിൽ വലിയൊരു പ്രശ്നമാണ്. അതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലസ്തീൻ പ്രദേശത്തുള്ള വലിയൊരു അറിയപ്പെടുന്ന രാഷ്ട്രീയക്കാരിയും അവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തകയുമായിട്ടുള്ള ഹനാൻ അഷ്റഫി, അവരുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോഴും അത് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബിൽ എല്ലായിടത്തും ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാം. അതായത് അവർ ഹമാസിൻ്റെ ഭാഗമൊന്നുമല്ല, അവർ വളരെ സെക്യുലർ ആയിട്ടുള്ള പൊളിറ്റീഷ്യനാണ്, സോഷ്യൽ ആക്ടിവിസ്റ്റാണ്. അവർ പറയുന്നത് ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ പാലസ്തീൻ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്നുള്ളത് നിങ്ങൾ വീണ്ടും ആലോചിക്കേണ്ട കാര്യം എന്നാണ് അവർ പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹമാസ് എന്നുള്ളത് കേവലം പെട്ടെന്ന് ഉണ്ടായി വന്നൊരു റിബൽ അല്ലെങ്കിൽ ഒരു ഗറില്ല ഗ്രൂപ്പല്ല. അത് ദീർഘമായ കാലഘട്ടങ്ങളുടെ ഫലമായി ഉണ്ടായി വന്ന ഒരു വലിയ പ്രസ്ഥാനമായിട്ട് മാറി. 2005 അവർ അവിടെയുള്ള ഇലക്ഷനിൽ പാർലമെൻറ്റിലേക്ക് അധികാരം നേടുന്നുണ്ട്. അവിടെ ഇലക്ഷനിലൂടെ തിരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്നൊരു കക്ഷിയാണ്. അവരൊരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി അവർ സാമൂഹ്യ പ്രസ്ഥാനമാണ്, സാംസ്കാരിക പ്രസ്ഥാനമാണ്. അവർക്ക് സ്ത്രീ വനിതാ വിഭാഗമുണ്ട്, കുട്ടികളുടെ പ്രവർത്തന സംഘമുണ്ട്, അതുപോലെ സായുധ സംഘവുമുണ്ട്. അങ്ങനെ വളരെ വിപുലമായൊരു സംവിധാനമായിട്ട് നിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. ഇത് ഹനാൻ അഷ്റഫി പറയുന്നതാണ്. ഹനാൻ അഷ്റഫി എന്ന് പറയുന്ന അവിടുത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു സാമൂഹ്യ പ്രവർത്തകയും അവരൊരു ക്രൈസ്തവ സമുദായത്തിൽപ്പെടുന്ന അംഗം കൂടിയാണ്. അല്ലാതെ ഒരു ഇസ്ലാമിസ്റ്റ് അങ്ങനെയുള്ള കാഴ്ചപ്പാടിൽ കാണുന്നില്ല. അവർ പറയുന്ന ഒരു പെർസ്പെക്റ്റീവ് എന്നാണ് ഞാനത് പറയുന്നത്. അങ്ങനെ അവരെ ഒഴിവാക്കിക്കൊണ്ട്, ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പ്രശ്നപരിഹാരം കണ്ടെത്താൻ കഴിയുക എന്ന് പറയുന്നത് അസാധ്യമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. കാരണം പിന്നെ ഈ പാലസ്തീനിയൻ ജനത എന്തുകൊണ്ട് ഹമാസിനെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് ഈ 1948 ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം വളരെ സെക്യുലർ ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റിലാണ് ഈ അവിടെയുള്ള ജനങ്ങൾ പാലസ്തീനിയൻ അതോറിറ്റി ഈ ഇസ്രായേലിൻ്റെ അധിനിവേശത്തിനെതിരെ പ്രതികരിക്കാനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ തുടരാനോ ശ്രമിച്ചത്. PLO ഉണ്ടായിരുന്നു, ഫത്താഹ് ഉണ്ടായിരുന്നു. ഇതെല്ലാം സെക്യുലർ ആയിട്ടുള്ള പാലസ്തീനിയൻ ദേശീയതയുടെ അടിസ്ഥാനത്തിൽ, പാലസ്തീനിയൻ നാഷണലിസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായി വന്ന സംഘടനയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഇവർ പല ഒത്തുതീർപ്പുകൾക്ക് വിധേയമാകുന്നുണ്ട്. ഈ പാലസ്തീനിയൻ അതോറിറ്റി പലപ്പോഴും യുദ്ധങ്ങൾ വരുന്നു, അതിൻ്റെ ഒപ്പം തന്നെ വലിയ തിരിച്ചടികൾ നേരിടുന്നു. അങ്ങനെ ദീർഘമായ കാലഘട്ടം ഇവരിൽ നിന്നുള്ള വിശ്വാസം പലസ്തീനിയൻ ജനതയ്ക്ക് നഷ്ടപ്പെട്ടു. ഇവർക്കിത് സാധ്യമല്ല. കാരണം ഇവർ കൊണ്ടുവരുന്ന ഈ പോളിസികൾ കൊണ്ട്, നയങ്ങൾ കൊണ്ട്, രാഷ്ട്രീയ ഇടപെടലുകൾ കൊണ്ടൊന്നും സാധ്യമല്ല.
അപ്പോഴാണ് അവർ കുറെ കൂടി റാഡിക്കലായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന തലത്തിലേക്ക് പോയത്. അങ്ങനെയാണ് ഹമാസ് രൂപീകരിക്കപ്പെടുന്നത്. 1987 ഹമാസ് അതെ. രൂപീകരിക്കപ്പെടുന്നത്. ഇസ്രായേൽ സ്ഥാപിച്ച് അല്ലെങ്കിൽ ഈ പാലസ്തീനിയൻ ദുരന്തം ഉണ്ടായത് എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഉണ്ടായി വരുന്നത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് ജനങ്ങൾ ഇവരുടെ ഭാഗമായിട്ട് മാറുന്നത്. ഇനി ഗറില്ല അല്ലെങ്കിൽ സൂയിസൈഡ് ബോംബിങ് അത്തരത്തിലുള്ള റെസിസ്റ്റൻസിലൂടെ മാത്രമേ അവർക്ക് നീതി ലഭിക്കൂ എന്നുള്ളൊരു തരത്തിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. നമ്മളിപ്പോൾ ഈ അടുത്തിടെ കാണുന്ന ഒരു ശൈലി എന്ന് പറയുന്നത് ഹമാസ് സ്വീകരിക്കുന്ന ഒരു ആക്രമണ ശൈലി എന്ന് പറയുന്നത് ഇസ്രായേലിൽ ആക്രമണം നടത്തുക. അതൊരു രാജ്യം മറ്റൊരു രാജ്യത്ത് നടന്ന ആക്രമണം എന്ന ശൈലിയിലേക്കാണ്. ഇപ്പോൾ ഈ അമേരിക്ക കൊണ്ടുവന്നിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളനുസരിച്ച്, നെതന്യാഹു അംഗീകരിച്ചിരിക്കുന്ന ഈ നിർദ്ദേശങ്ങളനുസരിച്ച് ഒരു ഒത്തുതീർപ്പ് സാധ്യമാവുകയും ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു പലസ്തീൻ രാഷ്ട്രം സാധ്യമാകുകയും ചെയ്താൽ അത് പ്രായോഗികമാണോ എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അങ്ങനെ ആണെങ്കിൽ ഹമാസ് ഏതു തരം നിലപാടിലേക്ക് പോകാൻ സാധ്യതയുണ്ട്? കാരണം ഒരു ഒക്ടോബർ 7 നമുക്ക് മുന്നിലുണ്ട്. അത് Okay. വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ആക്രമണമായിരുന്നു അവർ നടത്തിയത്. Okay. ഇനി ഒരു തീവ്രവാദ സംഘടനകൾ നടത്തുന്ന ശൈലിയിലുള്ള ആക്രമണത്തിലേക്ക് അവർ നീങ്ങുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെയല്ലേ? ഈ ഹമാസിന്റെ പ്രവർത്തനത്തിൽ ഇനി കാര്യമായ മാറ്റം അവർക്ക് നീതി ലഭിക്കാത്തിടത്തോളം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അത്രത്തോളം ദുരന്തത്തിന്റെ അവസ്ഥയിലാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വിചാരിക്കുന്നത് ഈ അമേരിക്ക മുന്നോട്ട് വെച്ചിട്ടുള്ള 20 നിർദ്ദേശങ്ങൾ അത് വർക്കൗട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അതിനൊരു പ്രധാന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒക്ടോബർ 7 കുറിച്ചാണ് എല്ലാവരും ഇപ്പോൾ സംസാരിക്കുന്നത്. ഒക്ടോബർ 7 ഈ ഹോസ്റ്റേജസിനെ എടുക്കൽ അല്ലെങ്കിൽ ആക്രമണം, കൊലപാതകം, ഇത് ഇസ്രായേൽ രഹസ്യാന്വേഷണ സംഘടനയോ ഇവരൊന്നും അറിയാത്തതല്ല യഥാർത്ഥത്തിൽ. ഇത് ഇവർക്കറിയാം. കാരണം ലോകത്തിന്റെ എല്ലാ ഭാഗത്തും അല്ലെങ്കിൽ പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റിന്റെ എല്ലാ ഭാഗത്തും കൃത്യമായ രഹസ്യാന്വേഷണ നിരീക്ഷണ സംഘമുള്ള ഈ ഇസ്രായേൽ അവരുടെ തൊട്ട് മുന്നിൽ നടക്കുന്ന ഇത് അറിയില്ലാതെ പോകുന്നു, അല്ലെങ്കിൽ ഹമാസ് ഇത്തരത്തിലുള്ള ഒരു അറ്റാക്ക് നടത്താൻ പോകുന്നു എന്നുള്ളത് അവരറിയില്ലാത്തതല്ല, അവർ സ്വാഭാവികമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതറിഞ്ഞ് ആ ഒക്ടോബർ 7 എന്ന് പറയുന്ന റീസൺ കിട്ടി അതിൻ്റെ പേരിൽ ഇത്തരത്തിലുള്ള കണ്ടിന്യൂസ് ഓൺസ്ലോട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ വളരെ യുക്തിസഹമായിട്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പറയുന്നത് 20 അമേരിക്കയുടെ നിർദ്ദേശം അത് വർക്കൗട്ട് ആകാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടി തന്നെയാണ്. കാരണം അത്രത്തോളം ഈ സമൂഹത്തിൽ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു വിഭാഗമാണ് ഹമാസ്. അവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള പ്രശ്നപരിഹാരം എന്ന് പറയുന്നത് പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് തീവ്രവാദ ആശയങ്ങൾ തന്നെയാണ് ഹമാസിൻ്റേത് എന്ന് പറയേണ്ടി വരും. ഒരു PLO അവിടെ ഉണ്ടായിരുന്നു. അതെ, ഈ PLO അതാണ് ഞാൻ ആദ്യം സൂചിപ്പിച്ചത്. ഈ ഇത്തരത്തിലുള്ള ഒരു മതേതര ഒരു സെക്യുലർ മൂവ്മെന്റിന് ഒരു പരിധി കഴിഞ്ഞ് ഇതിന് ഇവരുടെ നീതിയായിട്ട് ബന്ധപ്പെട്ട രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് ലോകത്ത് പല ഭാഗത്ത് ഇത്തരത്തിലുള്ള ഗറില്ല ഗ്രൂപ്പുകൾ, റെസിസ്റ്റൻസ് മിലിറ്റന്റ് ഗ്രൂപ്പുകൾ ഉണ്ടായി വരുന്നുണ്ടല്ലോ. മാവോയിസ്റ്റ് ഗ്രൂപ്പുകളോ അല്ലെങ്കിൽ നെക്സൈറ്റ് ഗ്രൂപ്പുകളോ LTT, അങ്ങനെ ലോകത്ത് പല ഭാഗത്തും അങ്ങനെ റെസിസ്റ്റന്റ് ഗ്രൂപ്പുകളുണ്ട്, ഗറില്ല ഗ്രൂപ്പുകൾ. അത്തരത്തിലേക്ക് പോകുന്നത് ഈ ഒരു അവസ്ഥയിലാണ് എന്നുള്ളതാണ്. അതുമാത്രമല്ല മഹമ്മൂദ് അബ്ബാസിന്റെ ഫത്താ പാർട്ടി ഇവരും ഒരു മതേതര കാഴ്ചപ്പാടിൽ നിൽക്കുന്നു. അതേസമയം തന്നെ ഇസ്രായേൽ കൊടുക്കുന്ന അല്ലെങ്കിൽ അമേരിക്കൻ നേതൃത്വത്തിൽ കൊടുക്കുന്ന വലിയ ഓഫറുകൾക്ക് വിധേയമായിട്ട്, സാമ്പത്തികമായിട്ടുള്ള ഓഫറുകൾക്ക് വിധേയമായിട്ട്, ഒത്തുതീർപ്പുകൾക്ക് വിധേയമായി ആ പ്രശ്നം പരിഹരിക്കാതെ പാലസ്തീനിയൻ എന്ന് പറയുന്ന ദേശീയ രാഷ്ട്രീയ സ്വയം നിർണയാവകാശം എന്ന് പറയുന്ന പ്രശ്നത്തെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഓഫറുകൾ സ്വീകരിച്ചുകൊണ്ടാണ് അവർ അത് മുന്നോട്ട് പോകുന്നത്. അതാണ് ഈ പ്രശ്നം പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന ഒരു പ്രധാനപ്പെട്ട. അങ്ങനെയാണ് ഇവരുടെ ഈ റിബലിയസ് ഗ്രൂപ്പ് അല്ലെങ്കിൽ വയലന്റ് ആയിട്ടുള്ള ഒരു റെസിസ്റ്റൻസിലേക്ക് പോകുന്ന ഒരു സാഹചര്യം. ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള അനീതി നടക്കുന്ന സ്ഥലത്തെല്ലാം റെസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്രൂപ്പിലേക്ക് പോകുന്നതാണ് നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നത്. ഈ പലസ്തീൻ്റെ ഒരു അവസ്ഥ നമുക്കറിയാം. പലസ്തീൻ ഒരു വ്യക്തമായ ഒരു നിർവചിക്കപ്പെട്ടുള്ള ഒരു ഭരണ സംവിധാനം ഉണ്ടായിരുന്ന ഒരു രാഷ്ട്രമാണ്. ഇപ്പോൾ അത് നിലവിലില്ല. ഈ പറയുന്ന ഹമാസ് അടക്കമുള്ള മിലിറ്റന്റ് എന്ന് പറയാവുന്ന ഗ്രൂപ്പുകളും അങ്ങനെ ഫത്താ പാർട്ടി അടക്കമുള്ള ആളുകൾ മാത്രമാണ് ഇതിൻ്റെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചറിലേക്ക് വരാനായിട്ട് തയ്യാറായി നിൽക്കുന്നത്. ഇപ്പോൾ അതൊരു വിഘടിച്ച് കിടക്കുന്ന ഒരു സംവിധാനമാണ്. ആ ഒരു രാഷ്ട്രത്തെ കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത് വലിയ വെല്ലുവിളി നേരിടേണ്ടി വരുന്ന ഒരു സംഗതിയല്ലേ. ഇപ്പോൾ അമേരിക്ക ഇങ്ങനെ ഒരു നിർദ്ദേശം മുന്നിലേക്ക് വെക്കുന്നുണ്ട്, ഇസ്രായേൽ അതിനെ അംഗീകരിക്കുന്നുണ്ട്. മറ്റ് രാഷ്ട്രങ്ങൾ കൂടി ഇല്ലാതെ ഇതിനെ ഈ ഒരു രാഷ്ട്ര സങ്കല്പമായിട്ട് അതിനെ രൂപീകരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പലസ്തീൻ രാഷ്ട്രം വരണമെന്ന് യൂറോപ്യൻ രാജ്യങ്ങളടക്കം പുതിയൊരു നിലപാട് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെ സാധ്യമാകും എന്നാണ് കരുതുന്നത്? അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇനി ഈ പലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്ര സ്ഥാപനത്തിന്
ആ പ്രദേശത്തുള്ള മറ്റ് അയൽ രാഷ്ട്രങ്ങളെ കൂടി പിന്തുണ എന്തായാലും അത്യാവശ്യമാണ്. പ്രത്യേകിച്ച് ഈജിപ്റ്റ്, സൗദി അറേബ്യ, ജോർദൻ, സിറിയ. കാരണം ഈ രാഷ്ട്രങ്ങളാണ് ഈ പാലസ്തീൻ അല്ലെങ്കിൽ ഈ ഗസ എന്ന് പറയുന്നതിൻ്റെ, ഇസ്രായേൽ എന്ന് പറയുന്നതിൻ്റെ അയൽ രാഷ്ട്രങ്ങളായിട്ടുള്ളത്. ഈ രാഷ്ട്രങ്ങളിൽ നിരവധിയായിട്ടുള്ള പാലസ്തീനിയൻ ആളുകളുണ്ട്. അവരെപ്പോഴും ഈ പ്രദേശത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതായത് ബാബു ഭരദ്വാജിൻ്റെ ഒരു പഴയ കുറേ കാലം മുമ്പുള്ള ഒരു എഴുത്തിൽ അദ്ദേഹം ഗൾഫ് നാടിൽ വെച്ച് കണ്ടെത്തിയ ഒരു പാലസ്തീനിയനെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച് ജീവിച്ച് ഗൾഫിൽ വന്ന് ജോലി ചെയ്യുന്ന ആളാണ്. പക്ഷെ അദ്ദേഹം പാലസ്തീനിയനാണ്. ഗസയിലാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹം പറയുന്നതായിട്ട് ഈ ബാബു ഭരദ്വാജ് പറയുന്ന ഒരു രസകരമായിട്ടുള്ള കാര്യമാണ്, എന്നെ കണ്ണ് കെട്ടിയിട്ട് ഗസയിൽ കൊണ്ട് വിട്ടു കഴിഞ്ഞാലും ഞാൻ എൻ്റെ വീട് കണ്ടെത്തും എന്നുള്ള ഒരു കാര്യമുണ്ട്. അതായത് അത്രത്തോളം അവരുടെ സ്വന്തം നാടിനോടുള്ള അടുപ്പം, അതിനെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരു ദേശത്തിനോടുള്ള ഒരു ബോധമാണ്, ഒരു ദേശീയ ബോധം, അല്ലെങ്കിൽ സ്വന്തം നാടിനോടുള്ള ഒരു കൂറ്, അല്ലെങ്കിൽ അതിനോടുള്ള അടുപ്പം, അതാണ് അവരെ നിലനിർത്തുന്നത്. ഈ പ്രദേശങ്ങളിലെ അയൽ രാഷ്ട്രങ്ങളിൽ ജീവിക്കുന്ന പാലസ്തീനിയൻ ആളുകൾക്ക് ഈ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകുന്നുള്ള ആഗ്രഹം ഇപ്പോഴും ഉണ്ട്. അത് ഏതൊരു മനുഷ്യൻ്റെയും സ്വന്തം നാട്, ജനിച്ചു വളർന്ന നാടിനോടുള്ള അവരുടെ ആ പ്രതിപത്തി അല്ലെങ്കിൽ അതിനോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുക. അപ്പോൾ ഈ രാഷ്ട്രസ്ഥാപനത്തിന് ഈ അയൽ രാഷ്ട്രങ്ങളുടെ സേവനം അല്ലെങ്കിൽ അവരുടെ നടപടികൾ വളരെ അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണ്. അതോടൊപ്പം തന്നെ യൂറോപ്യൻ രാഷ്ട്രങ്ങൾ, ഇപ്പോൾ ഫ്രാൻസും ബ്രിട്ടനും അംഗീകരിച്ചു കഴിഞ്ഞു പാലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രം സ്ഥാപിക്കുന്നതിന് അവർ അംഗീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം ചൈനയും റഷ്യയും കൂടി മുൻകൈയെടുത്ത് ഈ നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു സ്വപ്നമായിട്ട് മാറും. അത് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയും എന്നുള്ളൊരു സ്ഥിതിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഒരുപക്ഷെ യുണൈറ്റഡ് നേഷൻസിന്റെ സെക്യൂരിറ്റി കൗൺസിലുള്ള അമേരിക്ക ഒരു വീറ്റോ പവർ ഉപയോഗിച്ച് അതിനെ നിഷേധിച്ചേക്കാം. പക്ഷെ എന്നിരിക്കെ തന്നെ ഭൂരിപക്ഷത്തിന്റെ ഒരു പിന്തുണ കിട്ടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ട്. വളരെ അത് പോസിറ്റീവായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. പക്ഷെ അത് എപ്രകാരം സാധ്യമാകുമെന്നുള്ളതാണ് ആത്യന്തികമായിട്ടൊരു ചോദ്യം. അതിന് അന്തർദേശീയ തലത്തിലുള്ള രാഷ്ട്രീയ സമവാക്യങ്ങൾ മാറുകയും ഇപ്പോൾ ചൈന അല്ലെങ്കിൽ റഷ്യ പോലുള്ള രാഷ്ട്രീയ ശക്തികൾ ഈ പ്രദേശത്ത് ആധിപത്യം പുലർത്തുന്ന അമേരിക്കയ്ക്കെതിരെ സമ്മർദ്ദ ശക്തിയായിട്ട് നിന്ന് അതിന് അവരുള്ളൊരു അവസരം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സാധിക്കുകയുള്ളൂ. ഈ ഐക്യരാഷ്ട്രസഭ സെക്യൂരിറ്റി കൗൺസിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടാണ്. അപ്പോൾ അതിൽ പലസ്തീൻ അനുകൂലമായിട്ടുള്ളൊരു വികാരം വലിയ തോതിലുണ്ടായി. നെതന്യാഹുവിൻ്റെ പ്രസംഗത്തിനോടുള്ള അവരുടെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലൊരു അഭിപ്രായ രൂപീകരണം ആഗോളതലത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയില്ല. തീർച്ചയായിട്ടും അത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇന്ത്യ സ്വതന്ത്രമായത് മുതൽ നമുക്കറിയാം, മഹാത്മാഗാന്ധിയുടെ കാലഘട്ടത്തിൽ തന്നെ പാലസ്തീനികളെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ആ കാലഘട്ടത്തിൽ തന്നെ മഹാത്മാഗാന്ധി മരിക്കുമ്പോൾ പോലും ഇസ്രായേൽ സ്ഥാപിച്ചിട്ടില്ല. പക്ഷേ പാലസ്തീനികളെ ആ പ്രദേശത്തു നിന്ന് ഒഴിവാക്കുന്ന രാഷ്ട്രീയം അന്നേ ഉണ്ട്. അദ്ദേഹം അതിന് എതിരെ എഴുതിയിട്ടുണ്ട്. പാലസ്തീൻ എന്ന് പറയുന്നത് പാലസ്തീനികളുടെ നാടാണ്. ഫ്രഞ്ച് ചേർക്കുന്നത് പോലെ, ഇംഗ്ലണ്ട് ഇംഗ്ലീഷ് ചേർക്കുന്നത് പോലെ പാലസ്തീൻ എന്ന് പറയുന്നത് പാലസ്തീനിയൻ അറബികളുടേതാണ് എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പാലസ്തീൻ എന്നുള്ളത് കേവലം ഏതെങ്കിലും മതവിഭാഗത്തിന്റെ മാത്രം ഉള്ളതല്ല. അവിടെ മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, ഡ്രൂസ് എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഷീറ്റ് കമ്മ്യൂണിറ്റി ഉണ്ട്. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സമൂഹം ചേർന്ന ഒരു ഇതുണ്ട്. പിന്നെ മനസ്സിലാക്കാതെ പോകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇതൊരു റിലീജിയസ് കോൺഫ്ലിക്റ്റ് അല്ല എന്നുള്ളതാണ്. പൊതുവെയുള്ള നരേറ്റീവ് വായനകളെല്ലാം തിരിച്ചറിയപ്പെടുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കപ്പെടുന്നത് ഇത് ജൂയിഷ് കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റി തമ്മിലുള്ള റിലീജിയസ് എത്നിക് കോൺഫ്ലിക്റ്റ് ആണ് എന്നുള്ളത്. യഥാർത്ഥത്തിൽ ഇത് അങ്ങനെയല്ല എന്നുള്ളത് ഒരു ദേശീയതയുടെ ഒരു പ്രശ്നമാണിത്. ഒരു ദേശീയതയുടെ പേരിലുള്ള ഒരു സംഘർഷമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്തരത്തിൽ ഈ പ്രശ്നത്തെ മനസ്സിലാക്കാതെ ലോകത്തെ വലിയൊരു വിഭാഗം ആളുകൾ ഇതിനെ ഒരു മതസംഘർഷത്തിലേക്ക് ചുരുക്കുന്നതാണ് ഇതിന്റെ മറ്റൊരു പ്രശ്നം. ഇപ്പോഴാണ് ലോകത്തെ എല്ലാ വിഭാഗം മനുഷ്യരും അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷ രാഷ്ട്രങ്ങൾ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് എന്നുള്ള തലത്തിലേക്ക് വരുന്നത്. രാഷ്ട്രീയ പ്രശ്നത്തിന്റെ ഒപ്പം ഒരു ഇതിനെ കംപ്ലീറ്റ്ലി മതത്തിനെ നമുക്ക് ഒഴിവാക്കാനും കഴിയില്ല. കാരണം ഈ സെമിറ്റിക് മതങ്ങളുടെ ജുദായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം അവരുടെ ഒരു ഹോളി ലാൻഡ് കൂടിയാണ് ജെറൂസലം എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ആ ഒരു പ്രദേശത്തിനോട് ഒരു അഫിനിറ്റി ഉണ്ടാകും. മൂന്ന് വിഭാഗങ്ങൾക്കും തുല്യമായ ഒരു പങ്കാളിത്തം ലഭിക്കുന്ന രീതിയിലേക്ക് ഈ പ്രദേശത്തെ മാറ്റിയെടുക്കുകയാണെങ്കിൽ ശാശ്വതമായിട്ടുള്ള പരിഹാരം കാണാൻ കഴിയുന്നുള്ളതാണ്. ഇത് ലോക രാഷ്ട്രീയ നേതാക്കൾ അല്ലെങ്കിൽ ലോകത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രങ്ങളെല്ലാം മനസ്സിലാക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പരിഹാരം കൂടി കാണാൻ കഴിയുന്നുള്ളതാണ്. മൂന്ന് വിഭാഗങ്ങൾക്ക് അതിൽ ഒഴിവാക്കാൻ കഴിയില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൽ
പ്രതിഷേധം നടക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു പലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന വിഷയം ആഗോള പ്രശ്നമായിട്ട് മാറുന്നതിൽ പ്രധാനപ്പെട്ട കാരണം ഇതാണ്. ഈ 3 സെമിറ്റിക് മതങ്ങളുടെ ഒരു പുണ്യ സ്ഥലമായതുകൊണ്ട് തന്നെയാണ് അത് ആ രൂപത്തിൽ മാറിയിട്ടുള്ളത്. 67-ലുണ്ടാകുന്ന യുദ്ധത്തെക്കുറിച്ച് നമുക്കറിയാം. 67-ൽ ഇസ്രായേൽ പലസ്തീനിൽ നടത്തുന്ന ആക്രമണത്തിൽ ഒരു വലിയ പ്രദേശം തന്നെ അവർ പിടിച്ചെടുക്കുന്നുണ്ട്. ഇത് ഈ സമീപകാല ചരിത്രമൊന്നുമല്ല. ഇസ്രായേൽ ഈ പലസ്തീനെ ആക്രമിച്ച് ആ പ്രദേശങ്ങൾ സ്വന്തമാക്കാനുള്ള നീക്കം തുടങ്ങിയിട്ട് പതിറ്റാണ്ടുകൾ പിന്നിട്ട് കഴിഞ്ഞു. ഇപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരു സമവായത്തിലേക്ക് നീങ്ങി ഒരു പലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാം എന്ന് ഇസ്രായേൽ പറയുന്നതിനെ നമുക്ക് അങ്ങനെ അങ്ങ് വിശ്വാസത്തിൽ എടുക്കാൻ കഴിയും? അത് വിശ്വാസത്തിലെടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലായത്. ഇത് താൽക്കാലികമായിട്ടുള്ളൊരു സ്ട്രാറ്റജി മാത്രമാണ്. അതായത് ഇപ്പോൾ 1978 ക്യാമ്പ് ഡേവിഡ് അക്കോർഡ് നടക്കുന്നത്. അമേരിക്ക മുൻകൈയെടുത്ത് ക്യാമ്പ് ഡേവിഡ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് പലസ്തീനില്ല, അറബ് രാഷ്ട്രങ്ങൾ അതുവരെ ഇസ്രായേലിനെതിരെ യുദ്ധം ചെയ്യായിരുന്നു. അപ്പോൾ അറബ് രാഷ്ട്രങ്ങളുടെ ഈജിപ്തിൻ്റെ നേതാവായിരുന്ന അൻവർ സാദത്ത്, അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ചേർന്നിട്ട് ഈ ഒരു കരാറിലെത്തുകയാണ്. അങ്ങനെയാണ് ഈ അറബ് ഇസ്രായേലി കോൺഫ്ലിക്റ്റ് അവസാനിക്കുന്നത് ക്യാമ്പ് ഡേവിഡ് പീസ് എഗ്രിമെന്റിലൂടെ. പക്ഷെ പിന്നീട് അതിന് ശേഷമാണ് ഈ പറയുന്ന ഹമാസ് ഉണ്ടായി വരുന്നത്, ഹിസ്ബുല്ല ഉണ്ടായി വരുന്നത്, അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെല്ലാം ഉണ്ടായി വരുന്നത്. അപ്പോൾ ഈ കാലഘട്ടങ്ങളിൽ ഇസ്രായേൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി കരാർ വന്നു കഴിഞ്ഞു. ഇനി അറബ് രാഷ്ട്രങ്ങളുടെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ, കൂട്ടായ ആക്രമണം ഉണ്ടാകില്ല. ഇനി ഈ പ്രദേശത്തുള്ള ഈ ഗാസയിലുള്ള അല്ലെങ്കിൽ വെസ്റ്റ് ബാങ്കിലുള്ള ആളുകളുടെ പ്രതിരോധത്തെ മാത്രം നേരിട്ടാൽ മതി. അങ്ങനെ വളരെ ക്രമേണ ഓരോ ഘട്ടങ്ങളിലൂടെ ഈ പ്രദേശത്തെ കയ്യേറുകയും ഈ പലസ്തീനിയൻ അറബികളെ അവിടെ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയമാണ് 1980-കളും 90-കളും മുതൽ കാണാൻ പറ്റുന്നത്. ഇതിൻ്റെ ഇടയിൽ തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞ ഈ PLO അല്ലെങ്കിൽ ഫത്ത പാർട്ടി, ഇത്തരത്തിലുള്ള പാർട്ടികളുടെ വഞ്ചനയും കൂടി കാണാൻ കഴിയുന്നത്. ഈ മറ്റേ ഓസ്ലോ കരാറ്, അത്തരത്തിലുള്ള മാഡ്രിഡ് ട്രീറ്റ്, ഈ കരാറുകളിലെല്ലാം ഇവർക്ക് അനീതിയാണ് ലഭിച്ചിട്ടുള്ളത്. അത് അങ്ങനെയാണ് ഈ ജനങ്ങൾ മുഴുവൻ ഈ ഹമാസിനെ വിശ്വസിക്കുകയും പിന്നീട് 2000 ഇന്തിഫാദ തുടങ്ങുകയും അത് വീണ്ടും ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന രീതിയിലേക്ക് എത്തുകയും പിന്നെ 2005 നിർത്തി. പിന്നീട് 2008 ഗാസയിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തുന്നു, 2012 ആക്രമണം നടത്തുന്നു, 2014 നടത്തുന്നു, 18 നടത്തുന്നു, 21 നടത്തുന്നു, അങ്ങനെ 23 ഈ പ്രശ്നത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഒരു പ്രശ്നം കിട്ടി, ഒക്ടോബർ 7 പോലുള്ളൊരു പ്രശ്നം കിട്ടി, അതിൽ നിന്ന് തുടർച്ചയുണ്ടായി. ആ വിഷയത്തെ ഇപ്പൊ എല്ലാ ഇന്റർവ്യൂവിലും ഇപ്പോൾ നെതന്യാഹു പറയുന്നത് നമുക്ക് നോക്കാൻ അറിയാം. നിങ്ങൾ ഒക്ടോബർ 7 കുറിച്ച് എന്ത് പറയുന്നു, ഒക്ടോബർ 7 കണ്ടില്ലേ? പക്ഷെ യഥാർത്ഥത്തിൽ പ്രശ്നം നടക്കുന്നത് ഒക്ടോബർ 7 110 വർഷം കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ളൊരു ചരിത്രം. 1917 ബാൽഫർ ഡിക്ലറേഷനിലൂടെ ബ്രിട്ടൻ അവരുടെ ഒരു പ്രദേശമായിട്ട് അതിനെ ഡിക്ലെയർ ചെയ്ത് അതിനെ ഏറ്റെടുക്കുന്നത് മുതൽ ഈ സംഘർഷം തുടങ്ങുന്നുണ്ട്. പാലസ്തീനിയൻ അറബികളും അവിടെയുള്ള മൈഗ്രൻ്റ് ആയിട്ടുള്ള ജൂതരും തമ്മിലുള്ള സംഘർഷം തുടങ്ങുന്നുണ്ട്. അത് പിന്നീട് 20-കളിലും 30-കളിലും വളർന്ന് അങ്ങനെയാണ് 48 വലിയ കലാപങ്ങൾക്കും സംഘർഷങ്ങൾക്കും ശേഷം ഇസ്രായേൽ സ്ഥാപിതമാകുന്നത്. അപ്പോൾ ആ ഇസ്രായേൽ എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തിന്റെ ഒരു എത്നിക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റിയും അതോടൊപ്പം തന്നെ ഒരു റിലീജിയസ് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി കൂടിയുണ്ട്. നമുക്ക് അതിനെ സെക്യുലർ സ്റ്റേറ്റ് എന്ന് പറയുന്നതിൽ വലിയൊരു അബദ്ധമുണ്ട്. അപ്പൊ അതിനൊരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് റിലീജിയസ് ഐഡന്റിറ്റിയുടെ പേരിലുള്ള ഒരു ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ എന്ന് പറയുന്നതിന്റെ ഹിസ്റ്റോറിക്കലി തന്നെയുള്ള ഒരു മോട്ടീവായിട്ടാണ് കാണുന്നത്. പ്രത്യേകിച്ചും അത് ഇത്രത്തോളം എക്സ്പ്ലോസ്ഡ് ആയിട്ടുള്ളത് ഈ നെതന്യാഹു പ്രധാനമന്ത്രി ആയതിനു ശേഷമാണ്. അതിനു മുന്നേയുള്ള രാഷ്ട്രത്തലവന്മാരൊന്നും അത്രത്തോളം വയലന്റ് ആയിട്ടുള്ള ഒരു നിലപാടുകൾ അത്രത്തോളം വയലന്റ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഒരു ഷേരിയൽ ഷാരോൺ 80-കളിൽ പ്രധാനമന്ത്രി ആയിരുന്ന സമയത്തായിരിക്കും അത്രയും കാണാൻ കഴിയുക. അപ്പോൾ അങ്ങനെയാണ് ഈ ഇന്നത്തെ നിലപാടിലേക്ക് വരുന്നത്. അപ്പോൾ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതായത് ലോക രാഷ്ട്രങ്ങൾ ഈ വിഷയത്തിൽ പരിഹാരത്തിന് വേണ്ടിയിട്ട് മുൻകൈ എടുത്ത് ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് എത്തുന്നത് വരെ ഈ അമേരിക്കയുടെ നിർദ്ദേശങ്ങളിലൊന്നും വർക്കൗട്ട് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അതായത് നമുക്കറിയാം, അമേരിക്കയാണ് ഇതിന് മുൻപ് ഒരു വെടിനിർത്തൽ പ്രഖ്യാപിച്ച് അതിലേക്ക് പോയത്. പക്ഷെ തൊട്ടു പിന്നാലെ നമ്മൾ കാണുന്നത് ഗാസയിൽ വീണ്ടും ആക്രമണം തുടങ്ങുന്നു, ഖത്തറിലും ഇസ്രായേൽ ആക്രമണം. അപ്പോൾ ഈ ആക്രമണങ്ങൾ തുടരും എന്ന് തന്നെയാണ്. അതെ, ഇത് ഇസ്രായേലിന് ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല എന്നുള്ളതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഖത്തറിനെ ആക്രമിച്ചത്. ലോകത്ത് നമ്മൾ മധ്യസ്ഥന്മാരെ ആക്രമിച്ച കാലഘട്ടം, ഒരു പ്രശ്നത്തിന്റെ മധ്യസ്ഥം വഹിക്കുന്ന രാഷ്ട്രത്തെ ആക്രമിച്ചത് നമ്മൾക്ക് പ്രീ മോഡേൺ പീരീഡിലാണ് ഒരു പക്ഷെ കാണാൻ കഴിയുള്ളൂ. ഞാനൊരു ആധുനിക കാലഘട്ടത്തിൽ, ആധുനികത വന്നതിന് ശേഷം, ലോകരാഷ്ട്രങ്ങൾ അല്ലെങ്കിൽ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊണ്ടതിന് ശേഷം ഒരു പ്രശ്നത്തിന് മധ്യസ്ഥം വഹിക്കാൻ വരുന്ന രാഷ്ട്രത്തെ ആക്രമിക്കുന്ന ഒരു
രാഷ്ട്രീയ നിലപാട് ഇതുവരെയും കണ്ടിട്ടില്ല. അത് വളരെ അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്. നെതന്യാഹുവിനോ അല്ലെങ്കിൽ ഇസ്രായേലിനോ ഈ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല. ഈ രീതിയിൽ പ്രശ്നം പരിഹരിക്കാൻ താല്പര്യമില്ല. ഇത് ഇത്തരത്തിലുള്ള വലിയൊരു വയലൻസ് കണ്ടിന്യൂ ചെയ്യുക, ഈ പാലസ്തീനിയൻ എക്സ്റ്റർമിനേഷൻ കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ നിലപാടെന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് മറ്റു രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഉണ്ടാകാമല്ലോ, ആഭ്യന്തര കാരണങ്ങളില്ലേ? ഇപ്പോൾ തീർച്ചയായിട്ടും നെതന്യാഹു അദ്ദേഹത്തിന്റെ ഒരു ലെഗസി അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലെജിറ്റിമസി നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഇത്തരത്തിലുള്ള വയലന്റ് ആയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതാണ് ഞാൻ മുമ്പുള്ള ഷിമോൺ പെരസ്, അത്തരത്തിലുള്ള മുൻ പ്രധാനമന്ത്രിമാർ, രാഷ്ട്രത്തലവന്മാരൊന്നും ഇത്രത്തോളം വയലന്റ് ആയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടില്ല. ഇത് മനുഷ്യ ചരിത്രത്തിൽ ഇല്ലാത്തത്രത്തോളം വലിയ ക്രൂരതയാണ്. അതായത് ഈ ലോകത്ത് യുണൈറ്റഡ് നേഷൻസ് വരുന്നു, ലോകത്ത് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം നടക്കുന്നു, ലോകത്ത് പീസ് സ്റ്റഡീസ് വരുന്നു, പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്ന് പറയുന്ന വലിയൊരു അക്കാഡമിക് ഡിസിപ്ലിൻ തന്നെ വരുന്നു, ലോകത്ത് യുദ്ധങ്ങൾ വേണ്ട, ഹ്യൂമനിസത്തെ കുറിച്ച് ഉള്ള പഠനങ്ങൾ വരുന്നു. ഇതിനെല്ലാം ശേഷം ഇത്തരത്തിലുള്ള വളരെ ഓപ്പൺ ആയിട്ടുള്ള, അതേസമയം ലോകത്ത് 1-2 വൻ ശക്തി രാഷ്ട്രങ്ങളുടെ പിന്തുണയോട് കൂടിയിട്ടുള്ള വലിയൊരു ജിനോസൈഡ്, കൂട്ടക്കൊല നടക്കുന്നത് ലോക ചരിത്രത്തിൽ ഒരു പക്ഷേ ആദ്യമായിട്ടായിരിക്കും. നമ്മൾ ഒരു പക്ഷേ ഇതിനു മുന്നേ നമുക്ക് വലിയ ചരിത്രം കാണാൻ പറ്റുന്ന ഹിറ്റ്ലറിൻ്റെതായിരിക്കും. ഹിറ്റ്ലറും നെതന്യാഹും തമ്മിൽ ചില വ്യത്യാസങ്ങളുണ്ട്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിറ്റ്ലർ ജൂതർക്കെതിരെയുള്ള വിദ്വേഷത്തിന്റെ ചരിത്രം നമുക്കറിയാം. പക്ഷേ ഹിറ്റ്ലർ ചെയ്തിട്ടുള്ള ഗ്യാസ് ചേംബർ, ഓഷ്വിറ്റ്സ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള കൂട്ടക്കൊലകളൊന്നും ലോകത്ത് അത്രത്തോളം പരസ്യമാക്കപ്പെട്ടിരുന്നില്ല. രഹസ്യമായി ജൂതർക്കെതിരെ പല എന്താണ് പറയുക ആക്രമണങ്ങളും വിദ്വേഷ പ്രചരണങ്ങളും ഉണ്ടെന്നുള്ളത് നമുക്കറിയാമായിരുന്നു. പക്ഷേ ഈ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഹിറ്റ്ലർ കീഴടങ്ങി അല്ലെങ്കിൽ ജർമ്മനി യുദ്ധത്തിൽ കീഴടങ്ങി എന്നതിന് ശേഷം മാത്രമാണ് ലോകം തിരിച്ചറിഞ്ഞത് ഈ ജർമ്മനിക്ക് ഇത്രത്തോളം ലക്ഷക്കണക്കിന് ജൂതരെ കൂട്ടക്കൊല ചെയ്തിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ പക്ഷേ നെതന്യാഹു ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഓപ്പണാണ്. ലൈവ് ടെലികാസ്റ്റിംഗിൽ ലോകത്തെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകർ കൊല്ലപ്പെടുന്നു, നൂറുകണക്കിന് യുണൈറ്റഡ് നേഷൻസിന്റെ അംഗങ്ങൾ അല്ലെങ്കിൽ അവിടെയുള്ള പ്രവർത്തകർ കൊല്ലപ്പെടുന്നു. ഇതിനെല്ലാം ശേഷവും ഇതെല്ലാം വളരെ ഓപ്പൺ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹിറ്റ്ലർ രഹസ്യമായിട്ട് ചെയ്തിരുന്നത് നെതന്യാഹു പരസ്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് വളരെ വളരെ എന്താണ് പറയുക, വളരെ ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യം ആണ് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് ശേഷം ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. പിന്നീട് അമേരിക്കയിൽ നെതന്യാഹു വിസിറ്റിന് ചെല്ലുമ്പോൾ ഖത്തർ പ്രധാനമന്ത്രിയെ വിളിച്ച് ക്ഷമാപണം പറയുന്നുണ്ട്. പക്ഷേ അന്ന് വൈകിട്ട് ഖത്തറിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകും. ഇസ്രായേൽ നടത്തുന്നത് അധിനിവേശമാണ് എന്ന മട്ടിൽ. അറബ് രാഷ്ട്രങ്ങളുടെ ഒരു നിലപാട് മാറ്റം ഇതിൽ കൂടി പ്രകടമല്ല. ഇപ്പം ഖത്തർ വിളിച്ചു പറയുന്നുണ്ട്, അവർ തുറന്നു പറയുന്നുണ്ട്. മറ്റു രാഷ്ട്രങ്ങളുടെ ഒരു നിലപാടും അങ്ങനെ തന്നെ മാറും എന്നാണോ കരുതാൻ കഴിയുക? അതെ, ഈ പ്രശ്നത്തിൽ ഞാൻ ഇതുവരെ പരാമർശിച്ചില്ലായിരുന്നു. ഈ അറബ് രാഷ്ട്രങ്ങളുടെ നിലപാട് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ പ്രധാനപ്പെട്ടൊരു കാരണം അല്ലെങ്കിൽ ഉത്തരവാദിത്വം ഉള്ളത് അറബ് രാഷ്ട്രങ്ങൾ കൂടിയാണ് എന്നുള്ളതാണ്. അതായത് ഈ പ്രദേശത്ത് ഈ ഇത്തരത്തിലുള്ള വയലൻസ് എല്ലാം നടക്കുമ്പോൾ ഇതൊന്നും അറിഞ്ഞില്ലാത്ത മട്ടില് അയൽക്കാരായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങൾ, സമ്പന്നരായിട്ടുള്ള അറബ് രാഷ്ട്രങ്ങളെല്ലാം വെറും കാഴ്ചക്കാരായിട്ട് നിലനിൽക്കുകയായിരുന്നു എന്നുള്ളത് അതും വളരെ എന്താണ് പറയുക ഭീകരമായിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഈ 2020 അബ്രഹാം കരാർ എന്ന് പറയുന്നൊരു കരാർ വരുന്നുണ്ട്. അബ്രഹാം കരാർ, അതിൽ UAE, ബഹ്റൈൻ അങ്ങനെയുള്ള അറബ് രാഷ്ട്രങ്ങൾ, ഒമാൻ അതിലേക്ക് വരുന്നു, സൗദി അറേബ്യയും ആ കരാറിലേക്ക് പോകും എന്ന സാഹചര്യം വരുന്നു. അതിന് ആ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തെ അംഗീകരിക്കുകയും പാലസ്തീനിയൻ ജനതയെ അംഗീകരിക്കാതിരിക്കുകയും അവരുടെ എക്സ്റ്റർമിനേഷനെ അതിനെ ലെജിറ്റിമേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരുമ്പോഴാണ് ഈ ഹമാസ് ഇത്തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നത്. ഇനി അതൊരു ഭയങ്കര സൂയിസൈഡൽ ആയിട്ടുള്ള ഒക്ടോബർ 7 എന്ന് പറയുന്ന ആ നിലപാടിലേക്ക് പോകുന്നത് അങ്ങനെയാണ്. ഇനി കൂടി കാത്തിരുന്നു കഴിഞ്ഞാൽ സൗദി അറേബ്യയും കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരുവിധ എക്സിസ്റ്റൻസും ഇല്ല ലോകത്ത്. ഒരു അറബ് രാഷ്ട്രം അവരെ അംഗീകരിക്കാൻ തയ്യാറാകില്ല എന്നൊരു സാഹചര്യം വരുമ്പോഴാണ് അവർ അത്തരത്തിൽ അത് തയ്യാറാകുന്നത്. അപ്പോൾ ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓട്ടോമൻ എംപയറിൻ്റെ വലിയൊരു എംപയർ ആയിരുന്നു. ഓട്ടോമൻ എംപയറിൻ്റെ ഒരു ടെറിട്ടറി, ഒരു അവസാന കാലഘട്ടത്തിൽ ഒരു ഓട്ടോണമസ് ടെറിട്ടറി ആയിട്ട് നിലനിന്ന പ്രദേശമാണ് ഈ പലസ്തീൻ എന്ന് പറയുന്ന ഒരു അറബ് ടെറിട്ടറി ആയിട്ട് നിലനിന്നിരുന്നതായിരുന്നു. അപ്പോൾ ആ കാലഘട്ടത്തിൽ വലിയ സാമ്രാജ്യത്വ ശക്തിയായിരുന്ന ബ്രിട്ടനും ഫ്രാൻസും പലതവണ ഈ ഓട്ടോമൻ എംപയറിനെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്, ആക്രമിച്ച് കീഴടക്കുന്നതിന് വേണ്ടി പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ശ്രമങ്ങളെല്ലാം ഓട്ടോമൻ പൊളിറ്റിക്കൽ പവർ കൊണ്ട് നേരിട്ടിരുന്നു. പക്ഷേ എല്ലാ എംപയറിനും ഒരു ഡിക്ലൈൻ ഉള്ളതുപോലെ ഓട്ടോമൻ എംപയർ ഫസ്റ്റ് വേൾഡ് വാറിന്റെ കാലഘട്ടത്തിൽ 1914 ആ വേൾഡ് വാറിന്റെ ഭാഗമായിരുന്നു അവർ. അതിൽ തകരുന്നു. പിന്നീട് 1920s ഓട്ടോമൻ എംപയർ തകരുന്നു. ആ സമയത്താണ് കൃത്യമായി ഈ
പാലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ ഇവർ ഏറ്റെടുക്കുന്നത്, ഈ ബ്രിട്ടൻ ഏറ്റെടുക്കുന്നത്. ഇതേ സമയം തന്നെ ഈ അറബ് നാഷണലിസം ഉണ്ടാകുന്നുണ്ട്. അറബ് നാഷണലിസം ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒട്ടോമൻ ലാൻഡിൽ, ഒട്ടോമൻ എന്ന് പറഞ്ഞാൽ തുർക്കികളാണ്, അവർ വേറെ, തുർക്കിഷ് ദേശീയത വേറൊന്നാണല്ലോ. അപ്പോൾ ഈ അറബ് ദേശീയത ഉണ്ടായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ തമ്മിൽ വലിയ ദേശീയതയുടെ പേരിലുള്ള ഒരു അകൽച്ച ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇതേ സമയം തന്നെ അമേരിക്ക, ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ ശക്തികൾ നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ സിറിയയില്, ഇറാഖില്, അതുപോലെ തന്നെ അന്ന് സൗദി അറേബ്യ ആയിട്ടില്ല, ഹിജാസ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള ഈ അറബ് നാടുകളിൽ നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകുക എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ഏകാധിപതികളെ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷണം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ അപ്പോൾ ഈ അതേസമയം തന്നെ ഈ സാമ്രാജ്യത്വ ശക്തികൾ തുർക്കിയെ കീഴടക്കി, അപ്പോൾ തുർക്കിയും ബ്രിട്ടൻ ഫ്രാൻസും തമ്മിലുള്ള സംഘർഷം നടക്കുന്നു. തുർക്കി അവരുടെ സ്വത്ത് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് ആണ് അവർ പിന്നെ പോരാട്ടം, അത് കമാൽ അത്താതുർക്കിന്റെ പോരാട്ടം നമ്മൾ കാണാൻ പറ്റും. അങ്ങനെ തുർക്കിഷ് റിപ്പബ്ലിക് സ്ഥാപിച്ചെടുക്കുകയും അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് പാലസ്തീൻ എന്ന് പറയുന്നത് നഷ്ടപ്പെടുകയും ചെയ്തു. അവർക്ക് അധികാരമില്ലാത്തൊരു പ്രദേശമായിട്ട് മാറുകയാണ്. അങ്ങനെ പിന്നെ ഈ നാട് ഏകദേശം ഒറ്റപ്പെട്ട ഇത് ആയിരിക്കുകയും പിന്നീട് ഈ അറബ് രാഷ്ട്രങ്ങളൊന്നും അവരുടെ ഭാഗമായിട്ടിരുന്ന അല്ലെങ്കിൽ അവരുടെ സഹോദരങ്ങളായിട്ടുള്ള ഈ പാലസ്തീനിയൻ അറബികളെ തിരിഞ്ഞു നോക്കാത്തൊരവസ്ഥ ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ആണ് ഈ ഓയിൽ റിഫൈനറി, ഓയിലിന്റെ ഡിസ്കവറി നടക്കുന്നു. അതോടൊപ്പം തന്നെ വലിയ ഓയിൽ എന്താണ് പറയുക, പെട്രോ ഡോളറിന്റെ നാടുകളായിട്ട് മാറുന്നു. ആ കാലഘട്ടത്തിൽ ഇവർ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കുകയും ഇതേ സമയം തന്നെ അമേരിക്കയുടെ വലിയൊരു ഇൻവോൾവ്മെന്റ് ഈ അറബ് നാടുകളിൽ ഉണ്ടാകുകയും സൗദിയെ സംരക്ഷിക്കുകയും സൗദിയിലെ ഓയിൽ റിഫൈനറി കണ്ടെത്തുകയും നിങ്ങൾക്ക് ഞങ്ങൾ സംരക്ഷണം നൽകാം, ഞങ്ങൾക്ക് ഓയിൽ നൽകിയാൽ മതി. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ അറബികളുടെ സ്വയം സംരക്ഷണത്തിനെ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ അവരുടെ രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക പുരോഗതിയെ സംബന്ധിച്ചുള്ള ചിന്തകളൊന്നും അവർക്കില്ല. അവർക്ക് പഴയ കാലഘട്ടത്തിൽ ട്രൈബലിസവും അല്ലെങ്കിൽ ഒരു റിലീജിയസ് കൺസർവേറ്റീവ്സും നിലനിർത്താനുള്ള ഒരു അവസരവും ഉണ്ട്. അതോടൊപ്പം തന്നെ പുറം രാജ്യത്തു നിന്നുള്ള ഒരു അമേരിക്കയുടെ സംരക്ഷണം കിട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ചുറ്റുപാടില് അവർക്ക് ഇതൊക്കെ മതി നമ്മൾക്ക്. അമേരിക്ക സംരക്ഷണം നൽകുന്നുണ്ട്, രാഷ്ട്രീയപരമായിട്ട് അല്ലെങ്കിൽ സൈനികപരമായിട്ടുള്ള സംരക്ഷണം നൽകുന്നുണ്ട്. ഇനി നമുക്ക് ആരെ പേടിക്കാം, നമുക്ക് എണ്ണ കിട്ടുന്നുണ്ട്, പണം കിട്ടുന്നുണ്ട്, ഇതിലൂടെ ജീവിക്കാം എന്നുള്ളൊരു സങ്കല്പം വരുന്നുണ്ട്. അങ്ങനെയാണ് ഈ അറബികള്, സൗദി ഉൾപ്പെടെയുള്ള ഗൾഫ് രാഷ്ട്രങ്ങളെല്ലാം ഈ പാലസ്തീൻ എന്ന പ്രദേശത്ത് ഉപേക്ഷിച്ച് കളയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പിന്നീട് ഇപ്പൊ നമ്മൾ കാണാൻ കഴിയുന്നത്, ഇപ്പൊ അടുത്ത കാലത്ത് ഇറാൻ ഇസ്രായേൽ സംഘർഷം നടന്നു. ഇറാൻ ഒരു മുസ്ലിം രാഷ്ട്രമാണെങ്കിൽ അവർ അറബികളല്ല. ഈ മറ്റു അറബ് രാഷ്ട്രങ്ങളുടെ ആധിപത്യത്തിൽ നിന്ന് പിന്നീട് മാറും. ഒരു കാലഘട്ടത്തില് അബ്ബാസിയ ഖിലാഫത്തിന്റെ ഒക്കെ ഭാഗമായി അറബ് ഭരണത്തിന്റെ ഭാഗമായിരുന്നെങ്കിലും പിന്നീട് 16-ാം നൂറ്റാണ്ടിൽ അവർ സ്വന്തമായിട്ടുള്ള ഒരു ദേശീയ, ഒരു പേർഷ്യൻ എന്ന് പറയുന്ന സങ്കല്പത്തിലുള്ള ഒരു പ്രത്യേക അധികാര രാഷ്ട്രീയ എംപയറായിട്ട് വരികയും അവര് സ്വന്തമായിട്ടുള്ള കൾച്ചറും സംസ്കാരവും ഭാഷയും അത്തരത്തിലുള്ള ഒരു പ്രദേശമായിട്ട് മാറുകയും ചെയ്തു. അപ്പൊ അറബികളിൽ വ്യത്യസ്തമാണ് ഇവരെന്നുള്ളത് അവർക്ക് നൂറ്റാണ്ടുകൾ മുമ്പേ ഉണ്ട്. അപ്പോൾ അതുകൂടാതെ തന്നെ ഇപ്പൊ നമുക്കറിയാം, അതിൽ നിന്ന് ഒരു മാറ്റം വരുന്ന 1920-കളിൽ അവരുടെ ഒരു റിസ ഷാ പെഹ്ലവിയുടെ നേതൃത്വത്തിലുള്ള ഒരു പെഹ്ലവി ഡൈനാസ്റ്റി വരുന്നതോടിട്ട് അത് വളരെ പ്രോ അമേരിക്കൻ ആയിരുന്നു എന്നുള്ളൊരു സാഹചര്യം ഉണ്ട്. പക്ഷെ അതിനുശേഷം 1950-ൽ വളരെ പ്രധാനപ്പെട്ട ചരിത്രം ഇവിടെ നടക്കുന്നുണ്ട്, ഇറാനിൽ നടക്കുന്നുണ്ട്. അവിടെയുള്ള ജനങ്ങൾ, അവിടെയും ഓയിൽ റിച്ച് ആയിട്ടുള്ള രാഷ്ട്രമാണല്ലോ. അപ്പോൾ അവിടെ ഒരു ദേശീയതയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു രാഷ്ട്രം, ജനാധിപത്യ ദേശീയ രാഷ്ട്രീയ സംവിധാനം ഉണ്ടായി വരികയും മുഹമ്മദ് മുസദ്ദിഖ് എന്ന് പറയുന്ന ഒരു നേതാവ് അധികാരത്തിൽ വരികയും ചെയ്തു. പക്ഷേ അവിടെയുള്ള എണ്ണ സംഭരണികൾ അല്ലെങ്കിൽ എണ്ണ റിഫൈനറികളെല്ലാം അദ്ദേഹം അതിനെ ദേശസാൽക്കരിക്കുകയും ചെയ്തു. അപ്പൊ ഇത് സാമ്രാജ്യത്വ ശക്തികൾ വലിയ തിരിച്ചടി, അമേരിക്കയും ബ്രിട്ടനും തിരിച്ചടി. അപ്പോൾ ഈ ജനകീയ ഭരണകൂടത്തെ അട്ടിമറിക്കുന്നത് 1953 സിയെയും എല്ലാം ചേർന്നിട്ടാണ്. അതിനുശേഷമാണ് നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വളരെ റിലീജിയസ് കൺസർവേറ്റീവ് ആയിട്ടുള്ള ഈ അയത്തുല്ല ഖമേനിയുടെ നേതൃത്വത്തിലുള്ള മുന്നേറ്റം നടക്കുന്നത്. അങ്ങനെ 1979-ൽ വിപ്ലവം നടന്നു. റിസ ഷാ പെഹ്ലവി പുറത്തുപോയി. ഈ ഇത്തരത്തിലുള്ള ഒരു റിലീജിയസ് കൺസർവേറ്റീവ് സ്റ്റേറ്റ്, തിയോക്രാറ്റിക് സ്റ്റേറ്റ് അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഈ ജനാധിപത്യത്തിന്റെ എല്ലാ അംശങ്ങളെയും അല്ലെങ്കിൽ ഒരു ജനാധിപത്യ ഭരണകൂടം ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ നടപടികളും സാമ്രാജ്യത്വ ശക്തികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ബ്രിട്ടന്റെ, അമേരിക്കയുടെ, ഫ്രാൻസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. അങ്ങനെയാണ് ഈ പ്രദേശം ഇത്തരത്തിലുള്ള ഒന്നായിട്ട് മാറുന്നു. പക്ഷേ ഈ ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രം വീണ്ടും വ്യത്യസ്തമാകുന്നത് അവരുടെ ഒരു
റിലീജിയസ് ഐഡന്റിറ്റിയുടെ വ്യത്യസ്തത കൊണ്ട് ഒന്ന് അറബ് രാഷ്ട്രങ്ങൾ ഭൂരിപക്ഷവും സുന്നി രാഷ്ട്രങ്ങളായിരിക്കും. ഇറാൻ എന്ന് പറയുന്നത് ഷിയ രാഷ്ട്രമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട്. ഇവരുടെ തിയോളജിക്കലായിട്ടുള്ള കുറെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ ഈ ലോകത്തു നിന്നുള്ള വലിയ ഒറ്റപ്പെടൽ, പ്രത്യേകിച്ച് ഈ വിപ്ലവത്തിന് ശേഷം വലിയ ഒറ്റപ്പെടലുകൾ നേരിട്ടത് കൊണ്ട് തന്നെ ഇറാൻ അവർ സ്വാഭാവികമായിട്ടും കഠിനാധ്വാനത്തിലൂടെ ശാസ്ത്രീയ മുന്നേറ്റം നടത്തുകയും അവരുള്ള വിദ്യാർത്ഥികളെ പുറത്തയച്ച് പഠിപ്പിക്കുകയും ചൈനയിലും റഷ്യയിലൊക്കെ അയച്ച് പഠിപ്പിക്കുകയും അങ്ങനെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെല്ലാം അവർ വളരെയധികം മുന്നേറുകയും ചെയ്തു. അവരുടെ ഒരു പെർഷ്യൻ ഐഡന്റിറ്റി അതിലൂടെ നിലനിർത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആർജിച്ച ആ ശക്തി കൊണ്ടാണ്, അവരുടെ കഴിവുകൊണ്ടാണ് ഇസ്രായേലിനെതിരെ ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുകയും ഇസ്രായേലിനെ ആ യുദ്ധത്തിൽ ഏകദേശം പരാജയപ്പെടുത്തുന്ന ആ അവസ്ഥയിൽ തന്നെയാണ് ആ യുദ്ധം നിർത്തിയത്. അത് അറബികൾക്ക് സാധ്യമാകാത്തത് അവർക്ക് ഞാൻ ആദ്യം പറഞ്ഞ രീതിയിലുള്ള 1920-കളിൽ 30-കൾ മുതലുള്ള അമേരിക്കൻ ബ്രിട്ടൻ പിന്തുണ ഡയറക്ട്ലി അവർ ഇൻഡയറക്ട്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത് രക്ഷാകർത്തനോടുള്ള ഭയം അല്ലെങ്കിൽ വിധേയത്വം കൊണ്ടാണ്. അതേസമയം ഇത് ഇറാൻ അല്ലെങ്കിൽ പേർഷ്യക്ക് ഇത് കിട്ടുന്നില്ല. അവർ സ്വന്തമായിട്ട് ആർജിച്ചെടുത്ത അവർ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള മുന്നേറ്റത്തിലൂടെയാണ് ഇപ്പോൾ ഇസ്രായേലിനെതിരെ റെസിസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞത്. അവരുടെ മിസൈൽ സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത് ലോകത്തെ വൻകിട ശക്തികൾക്ക് ഒപ്പം നിൽക്കുന്ന ഒന്ന് തന്നെയാണ്. റഷ്യക്കോ അല്ലെങ്കിൽ ചൈനയ്ക്കോ ഒപ്പം നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇസ്രായേൽ എത്രത്തോളം അവരുടെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിപ്പോയി. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം അല്ലെങ്കിൽ മെയ് മാസത്തിലൊക്കെ നെതന്യാഹുവിന്റെ പ്രഖ്യാപനങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പ്രിയ ഇറാനിയൻ ജനതയെ, നിങ്ങളുടെ നാട് സ്വതന്ത്രമാകാൻ പോകുന്നു, നിങ്ങളുടെ ഭരണകൂടത്തെ ഞങ്ങൾ മാറ്റി നിങ്ങൾക്ക് പുതിയൊരു രാഷ്ട്രത്തെ ഞങ്ങൾ നൽകാൻ പോവുകയാണെന്ന് നെതന്യാഹുവാണ് പ്രഖ്യാപിക്കുന്നത്. പക്ഷേ ഇറാനിലെ ജനങ്ങൾക്ക് അത് വിശ്വാസത്തിൽ എടുക്കാൻ കഴിഞ്ഞില്ല. അതുമാത്രമല്ല, ഇറാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ കണക്ക് കൂട്ടുന്നതിൽ പോലും ഇസ്രായേൽ തെറ്റിപ്പോയി. കുറേയധികം രാഷ്ട്രീയ നേതാക്കളെ അല്ലെങ്കിൽ സയന്റിസ്റ്റുകളെ, മിലിറ്ററി ലീഡർഷിപ്പിനെയൊക്കെ തകർത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറാൻ പെട്ടെന്ന് വീഴും എന്നുള്ളൊരു തെറ്റായ ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷെ അത് തിരുത്തുന്ന രീതിയിലുള്ള ഇസ്രായേലിന് സമാനമായിട്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയ തന്ത്രങ്ങളും എല്ലാം അവർക്ക് സ്വയം നിർമ്മിച്ചെടുക്കാനുള്ള അവസരം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതായത് അവർ വലിയ കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും നേരിട്ടത് കൊണ്ടാണത്. അത് ഒരുപക്ഷെ അറബ് രാഷ്ട്രങ്ങൾ ഈജിപ്തിനോ അല്ലെങ്കിൽ തുർക്കിക്കോ അല്ലെങ്കിൽ സൗദി അറേബ്യക്കോ ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിന്നാണ് അങ്ങനെ ഒരു മാറ്റം ഉണ്ടാക്കാനായിട്ട് ഇറാന് സാധിച്ചത് എന്നുള്ളത് ഇറാനിൽ എനിക്ക് തോന്നുന്ന ആഭ്യന്തര പ്രശ്നങ്ങളും ഇല്ല. അപ്പോൾ അവിടെ അങ്ങനെ ഒരു ഇൻഫിൽട്രേഷൻ നടത്താൻ അമേരിക്കയ്ക്കോ സാമ്രാജ്യത്വ ശക്തികൾക്കോ കഴിയുന്ന തരത്തിലുള്ള ഒരു അന്തരീക്ഷവുമല്ല അവിടെ ഉള്ളതെന്ന് തോന്നുന്നു. ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഖത്തർ ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കുന്നത് നമ്മൾ സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, അമേരിക്ക എന്നൊരു രക്ഷാകർത്താവിനോടുള്ള വിധേയത്വം, ഭയം ഒക്കെ അറബ് രാഷ്ട്രങ്ങൾക്കുണ്ടായിരുന്നു. ഖത്തർ നമുക്കറിയാം അമേരിക്കയുമായി അടുത്ത് നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. അമേരിക്കയുടെ വ്യോമതാവളം പോലും ഖത്തറിലുണ്ട്. വലിയ വിപുലമായിട്ടുള്ള ഒരു സംവിധാനം അവിടെയുണ്ട്. അപ്പോഴും ഖത്തറിന് ഇങ്ങനെ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയുന്നുണ്ട്. അമേരിക്കയോടുള്ള ഒരു സമീപനത്തിലും ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് മാറ്റം വരുന്നതായി നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ ആദ്യം പറഞ്ഞ പോലെ ഇറാനിൽ പ്രാദേശിക അല്ലെങ്കിൽ ആഭ്യന്തര പ്രശ്നം ഇല്ല എന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഇറാനിൽ കുറെ കൂടി ഒരു എന്താണ് പറയുക, റെസിസ്റ്റൻസ് അവിടെയുള്ള ഭരണകൂടത്തിനെതിരെ സംഘടിതമായിട്ടുള്ള ഇല്ല. അത് ശരിയാണ്. പിന്നെ ഈ ഖത്തറിന്റെ കാര്യം പറഞ്ഞെന്താന്ന് വെച്ചാൽ, ഈ ഗൾഫ് രാഷ്ട്രങ്ങളിൽ ഖത്തർ, അതേപോലെ തന്നെ കുവൈത്താണ് കുറെ അവര് അമേരിക്കയുടെ ഇത്തരത്തിലുള്ള വിധേയത്വത്തിന് പാത്രമായി തീരുന്നതോടൊപ്പം തന്നെ ഒരു അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾക്കെതിരെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആധിപത്യങ്ങൾക്കെതിരെ റെസിസ്റ്റ് ചെയ്യണം എന്നുള്ള സങ്കല്പമുള്ള രാഷ്ട്രങ്ങൾക്ക്, പ്രത്യേകിച്ച് കുവൈത്ത്, അതുപോലെ തന്നെ ഖത്തർ. പക്ഷെ വളരെ പ്രോ അമേരിക്കൻ, പ്രോ ഇസ്രായേലിയായിട്ടുള്ള രാഷ്ട്രങ്ങൾ എന്ന് പറയുന്നത് UAE, അതേപോലെ തന്നെ ബഹ്റൈൻ എന്നുള്ള രാഷ്ട്രങ്ങളാണ്. പിന്നെ ഒമാൻ. അപ്പോൾ ഈ വളരെ ചെറുതായിട്ടുള്ള, വളരെ ലഘുവായിട്ടുള്ള ഒരു റെസിസ്റ്റൻസ് മാത്രമാണ്, അല്ലെങ്കിൽ അറബികളുടെ ഒരു അവരുടെ ആത്മാഭിമാനത്തെ സംരക്ഷിക്കണം എന്ന് പറയുന്ന ചിന്ത വരുന്നത് വളരെ ചുരുങ്ങിയിടങ്ങളിലൊന്നും മാത്രമാണ് എന്നുള്ളതാണ്, പ്രത്യേകിച്ച് ഭരണകൂടങ്ങളുടെ. പക്ഷെ അറബ് ലോകത്ത് നിന്നുള്ള എല്ലാ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള പ്രതിഷേധം ശക്തമായിട്ടുണ്ട് എന്നുള്ളത് വളരെ പരസ്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. അതായത് ഈജിപ്തിൽ നിന്നുള്ള ജനങ്ങൾ, അല്ലെങ്കിൽ സൗദി അറേബ്യയിലെ ജനങ്ങൾ, മറ്റ് അറബ് രാഷ്ട്രങ്ങളിലെ ജനങ്ങളെല്ലാം ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങളുടെ ശക്തമായ നിരീക്ഷണങ്ങളും അടിച്ചമർത്തലുകളും കാരണം അവർക്ക് റെസിസ്റ്റ് ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥയുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ, അതാണ് നമ്മൾ അറബ് സ്പ്രിംഗിൽ കണ്ടത്. ഒരു ചെറിയ സ്പാർക്ക് കിട്ടിയോട് കൂടിയിട്ട് അവരെല്ലാവരും ഈ ഭരണകൂടങ്ങൾക്കെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം സംഘടിപ്പിക്കും. പലയിടത്തും ഭരണാധികാരികൾ മാറുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഈജിപ്തില്, ടുണീഷ്യയില്, യമനില്, അങ്ങനെ പലയിടത്തും ഉണ്ടായത് നമ്മൾ കാണുന്നുണ്ട്. അപ്പൊ ജനങ്ങളുടെ പ്രതിഷേധം എന്ന് പറയുന്നത്, ജനങ്ങളുടെ വികാരം എന്ന് പറയുന്നത് അവിടെയുള്ള ഭരണകൂടങ്ങൾക്കെതിരെയാണ്. അവർ ശക്തമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ച്, രഹസ്യാന്വേഷണ സംഘങ്ങളെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത്
പ്രധാനപ്പെട്ട കാര്യം. ഈ പലസ്തീൻ രാഷ്ട്രം എന്ന സങ്കല്പം ഇപ്പോൾ മുന്നോട്ട് വരുമ്പോൾ ഒരു പലസ്തീൻ രാഷ്ട്ര രൂപീകരണം ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രദേശത്തിന്റെ ഒരു ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയായിരിക്കും മാറ്റിമറിക്കുക? ഇപ്പോൾ നിലവില് പലസ്തീൻ എന്ന് പറയുന്ന പ്രദേശത്തെ എങ്ങനെയാണ് രൂപം കൊള്ളുന്നത്, പലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം എങ്ങനെയാണ് നിലവിൽ രൂപം കൊള്ളുന്നത് എന്ന് നമുക്ക് പെട്ടെന്ന് പറയാൻ കഴിയില്ല. അതൊരു 10 വർഷത്തോളോ അല്ലെങ്കിൽ 15 വർഷത്തോളോ അല്ലെങ്കിൽ ഒരു വരും ഭാവിയിലാണ് നമുക്കതിനെ നിർണ്ണയിക്കാൻ കഴിയുക എന്നുള്ളതാണ്. അതായത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് ഈ അറബ് രാഷ്ട്രങ്ങൾക്ക് ഇല്ലാത്ത പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. അറബ് രാഷ്ട്രങ്ങൾക്ക് ഉള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കുറെ രാഷ്ട്രീയ അധികാരമുണ്ട്, കുറെ സമ്പത്തുണ്ട്. രാഷ്ട്രീയ അധികാരവും സമ്പത്തും ഉള്ളത് കൊണ്ട് മാത്രം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പ്രശ്ന പരിഹാരത്തിന് സാധിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള അവരുടെ വലിയ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി, വലിയ സമ്പത്ത്, അതായത് അറിവിന്റെ വലിയൊരു സമ്പത്തിന്റെ കൂടി പ്രാധാന്യം ഉണ്ട് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. അതാണ് ചൈനയ്ക്കുള്ളത്. എല്ലാവർക്കും ഇപ്പൊ ചൈനയെ പേടിയാണ്. ചൈന എന്താണ് ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളതെന്ന് ലോകത്ത് പുറത്തേക്ക് അറിയാൻ കഴിയില്ല. കാരണം അവരുടെ വലിയ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അവർ രഹസ്യമായിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. അവര് അമേരിക്ക ChatGPT ഇറക്കി കഴിഞ്ഞാൽ അവർ തൊട്ടടുത്ത ദിവസം തന്നെ ഡീപ് സീക്ക് ഇറക്കുന്നു. അതിന് സമാനമായിട്ട് അമേരിക്കയെ മറികടക്കുന്ന രീതിയിലുള്ള ശാസ്ത്ര സാങ്കേതിക വിജ്ഞാനത്തിലുള്ള മുന്നേറ്റം കുതിച്ചുചാട്ടം ചൈനയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതിന്റെ കുറെ അളവില് ഇറാൻ അത് സാധിച്ചിട്ടുണ്ട്, റഷ്യക്കുണ്ട്. അത്തരത്തിലുള്ള ഒരു വിലപേശൽ ശേഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യ കൊണ്ടുള്ള വലിയൊരു വിലപേശൽ ശേഷി അറബ് രാഷ്ട്രങ്ങൾക്ക് എന്ന് നേടാൻ കഴിയുന്നു, അന്നായിരിക്കും വളരെ സുഗമമായിട്ടുള്ള രീതിയിലുള്ള പാലസ്തീൻ രാഷ്ട്ര രൂപീകരണം സാധ്യമാകുകയുള്ളൂ. ആ അവരുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള ആ അറിവ് ഇസ്രായേലുമായിട്ട് മത്സരിക്കാൻ തക്ക രീതിയിലുള്ള ഒന്നായിരിക്കും വേണം. അതാണ് ഇറാന് അത്തരത്തിൽ സാധിച്ചത്. ചൈനയ്ക്ക് അമേരിക്കയെ വരച്ച വരയിൽ നിർത്താൻ സാധിക്കുന്നത് ഇതുകൊണ്ടാണ്, അല്ലെങ്കിൽ റഷ്യക്ക് സാധിക്കുന്നത് ഇതുകൊണ്ടാണ്. അത്തരത്തിലുള്ളൊരു ഇതിലേക്ക് അറബ് രാഷ്ട്രങ്ങൾ വരണം എന്നുള്ളൊരു കാര്യം കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇപ്പോൾ പൊതുവിൽ കാണുന്ന ഒരു സോഷ്യൽ മീഡിയയിൽ മറ്റുള്ളിടത്തെല്ലാം കാണുന്ന വലിയൊരു പരിഹാസമാണ് അറബികളെല്ലാം വെറും മണ്ടന്മാരാണെന്നുള്ള സങ്കല്പമുണ്ട്. അതായത് അറബികൾക്ക് തലച്ചോറില്ല, അവർക്ക് നെയ്ച്ചോറാണുള്ളത്, തലച്ചോറെല്ലാം ജൂതന്മാർക്കാണ് എന്നുള്ള സങ്കല്പം. അങ്ങനെയൊന്നും യഥാർത്ഥത്തിൽ ഇല്ല. ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കി കഴിയുകയാണെങ്കിൽ ഈ അറബ് നാട് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ വിജ്ഞാന കേന്ദ്രമായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഒരുപക്ഷെ AD 750 മുതൽ 800, 900 വരെയുള്ള കാലഘട്ടത്തിൽ ബാഗ്ദാദിന്റെ ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത്ഭുതപ്പെട്ടു. അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ നമ്മൾ പഴയ സ്പെയിൻ, ആ കാലഘട്ടത്തിൽ ഖിലാഫത്തിന്റെ ഭാഗമായിരുന്നു പഴയ സ്പെയിൻ. ഈ പ്രദേശങ്ങളെല്ലാം ലോകത്ത് വൈജ്ഞാനിക കേന്ദ്രങ്ങളായിട്ട് മാറിയത് എങ്ങനെയായിരുന്നു എന്നുള്ളത് വളരെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഇന്ന് അറബികൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്. അറബികൾക്ക് അവരുടെ ചരിത്രം പോലും അറിയില്ല എന്നുള്ളതാണ് ഇപ്പോൾ സത്യം. കാരണം അവർ ഞാൻ പറഞ്ഞ രീതിയിലുള്ള ആഡംബര ജീവിതം നയിക്കുന്നു, പണം, സുരക്ഷ എല്ലാം കിട്ടുന്നു. അതുകൊണ്ട് അവരുടെ പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുകയോ മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങൾ ആലോചിക്കുകയോ ചെയ്യാൻ കഴിയില്ലാത്തൊരവസ്ഥയാണ്. ഇത് ലോകത്തുള്ള ഇന്ന് ഈ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ ചൈനയോ അമേരിക്കയോ ഇസ്രായേലോ ഇറാനൊക്കെ ഏത് തലത്തിലേക്ക് മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നു, എന്തെല്ലാം നേടിയിരിക്കുന്നു, അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം നേടുവാനായിട്ട് ഈ പഴയ ബാഗ്ദാദിന് അബ്ബാസിയ കാലിഫേറ്റിന്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഉമവിയ കാലഘട്ടത്തിൽ ഈ ബാഗ്ദാദിന് അതുപോലെ തന്നെ ഈ സ്പെയിനെല്ലാം സാധിച്ചിരുന്നു. അത്തരത്തിലുള്ള അവരുടെ പാസ്റ്റിനെ തന്നെ അവർ കണ്ടെത്തി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്ക് വലിയ പരിഹാരം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് നമ്മൾ ഈ കാണുന്ന അൽഗോരിതം അല്ലെങ്കിൽ മാത്തമാറ്റിക്സ്, ആൽജിബ്ര, അങ്ങനെ ശാസ്ത്രത്തിൽ തന്നെ, മാത്തമാറ്റിക്സിൽ തന്നെ, ഫിലോസഫിയിൽ തന്നെ ഉള്ള വലിയ മുന്നേറ്റം നടത്തുവാനായിട്ട് അവർ സാധിച്ചിരുന്നു. ഇത് അറബികൾക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതായത് വലിയ അറബ് ഫിലോസഫേഴ്സ് ആയിരുന്നിട്ടുള്ള അൽ ഫറാബി, അൽ കിന്ദി, ഇബ്നു സിന, അതുപോലെ ഇബ്നു റുഷ്ദ്, അതേപോലെ തന്നെ ഇബ്നു അറബി തുടങ്ങിയ അറബ് ഫിലോസഫേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും ഇവർക്ക് മടിയാണ്, അല്ലെങ്കിൽ ഇവർക്ക് പേടിയാണ്. ഇവരെന്തിനാണ് ഭയക്കുന്നത് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ലോകത്തെ ഏറ്റവും വലിയ തത്വചിന്തയുടെ ഇന്നും വളരെയധികം തത്വചിന്ത ഉപയോഗിക്കുന്ന വലിയ നാട് നമ്മൾ ഇപ്പോഴും ഉപയോഗിക്കുന്ന തത്വചിന്ത എവിടെ നിന്നാണെന്ന് പറഞ്ഞാൽ ഗ്രീസിൽ നിന്നാണ്. നമുക്കറിയാം സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിൽ. ഈ സോക്രട്ടീസ്, പ്ലേറ്റോ, അരിസ്റ്റോട്ടിലിന്റെ തത്വചിന്തയെ വലിയ രൂപത്തിൽ ഉപയോഗിക്കുകയും അത് വെച്ച് സംവാദങ്ങൾ നടത്തുകയും വൈജ്ഞാനിക പുരോഗതി നേടിയ ആളുകളായിരുന്നു ഈ അറബികൾ. അതായത് ഈ ഗ്രീസിന് ശേഷം തത്വചിന്ത നിലനിരുന്ന വലിയ പ്രദേശം അറബ് നാടായിരുന്നു. ഇത് അറബികൾക്ക് പോലും അറിയില്ല. അപ്പൊ ആ ഒരു അവസ്ഥയിൽ, ഇന്നത്തെ അവസ്ഥയിൽ അറബികൾ ആ അർത്ഥത്തിൽ ഇവർ വെറും മണ്ടന്മാരാണ്, ഇവർക്ക് വിജ്ഞാന പുരോഗതി നേടാൻ സാധിക്കില്ല എന്നുള്ളത് പറയുന്നത് സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു പോകും. അവരെന്താണെന്ന് അവർക്ക് തന്നെ തിരിച്ചറിയേണ്ട ഒരു അവസ്ഥയുണ്ടല്ലോ. അപ്പൊ അത്തരത്തിലുള്ള വൈജ്ഞാനിക പുരോഗതിയിലൂടെ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനായിട്ട് തയ്യാറായി കഴിഞ്ഞാൽ
ഒരു പരിഹാരം ശാശ്വതമായി നിലനിൽക്കുമെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഒരു ഡിസ്കഷൻ ഇതിൽ ഒരു ഡിസ്കോഴ്സ് അതിൽ ഉണ്ടാവണം എന്നുള്ളത് ആശയപരമായിട്ട്. തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള ജ്ഞാനോൽപാദന രീതിയിൽ ഒരു ആധിപത്യ സമൂഹമായിട്ട് അറബികൾ മാറുന്ന രീതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇതിന് പരിഹാരം കണ്ടെത്താൻ പറ്റും. അല്ലാതെ ഈ കാണുന്ന രീതിയിലുള്ള ഹമാസ് കൊണ്ടുവന്നിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഈ മിലിറ്റന്റ് ഗ്രൂപ്പുകളൊക്കെ നടത്തുന്ന റെസിസ്റ്റൻസുകൾ അത് താൽക്കാലികമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംരക്ഷണം മാത്രം നൽകുള്ളൂ. ലാസ്റ്റിംഗ് ആയിട്ടുള്ള എൻഡ്യൂറിംഗ് ആയിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിന് അത്തരത്തിലുള്ള വിലപേശൽ ശേഷി, അതായത് ജ്ഞാനോൽപാദനത്തിലൂടെ ലഭിക്കുന്ന വലിയ അറിവ് കൊണ്ടുള്ള ഒരു പ്രതിരോധ ശേഷി നിലനിർത്തി കഴിഞ്ഞാൽ മാത്രമേ ഇതിനെല്ലാം പ്രശ്നം സ്ഥായിയായിട്ട് നിലനിർത്താൻ കഴിയൂ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതാണ് ചൈന ഇവരൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു നിർദ്ദേശം അമേരിക്ക വയ്ക്കുന്നു, നെതന്യാഹു അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. അത് നടപ്പാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. മറ്റു രാഷ്ട്രങ്ങളും ചിലപ്പോൾ അതിനെ അംഗീകരിച്ചേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ സിറിയ പലസ്തീൻ കാര്യത്തിൽ എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്, ഇസ്രായേലിന് വിരുദ്ധമായിട്ടുള്ളൊരു നിലപാടുണ്ട്. അതുപോലെ തന്നെ മറ്റ് പ്രോക്സികൾ, ഇപ്പോൾ ഹൂത്തികളടക്കമുള്ള ഹമാസിന് അനുകൂലമായി പലസ്തീന് വേണ്ടി നിലപാടെടുത്തിട്ടുള്ള പ്രോക്സികളുണ്ട്. അവരുടെയൊക്കെ ഒരു നിലപാട് ഏത് വിധത്തിലായിരിക്കുമെന്നാണ് കരുതുന്നത്? യഥാർത്ഥത്തിൽ ഈ രാഷ്ട്രീയ ശക്തിയെ ഇപ്പോൾ യമനിലുള്ള ഈ ഹൂത്തികളെ പ്രോക്സികൾ എന്ന് വിളിക്കുന്നതിനെ അത് ശരിയല്ല എന്ന് നിരീക്ഷിക്കുന്ന കുറേയധികം രാഷ്ട്രീയ നിരീക്ഷകരുണ്ട്. ഇപ്പോൾ പ്രൊഫസർ AK രാമകൃഷ്ണനെ പോലുള്ള ആളുകളൊക്കെ നിർദ്ദേശിക്കുന്നത് അവരെ പ്രോക്സികൾ എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ്. കാരണം അറബ് നാട്ടിലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അവർ റെസിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. കാരണം അവരുടെ പ്രദേശത്തെ സ്വതന്ത്രമായിട്ട് നിലപാട് എടുക്കാൻ കഴിയുന്ന ആളുകൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ ഗൾഫ് രാഷ്ട്രങ്ങൾ, സൗദി അല്ലെങ്കിൽ UAE, ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, ഇവർക്കൊന്നും സ്വതന്ത്രമായിട്ട് നിലപാടുകൾ എടുക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ വിധേയത്വത്തിന് പാത്രമായിരിക്കുകയാണ് ഇവരെല്ലാം. പക്ഷെ ഇതൊന്നും ഇല്ലാതെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു വിഭാഗം മാത്രമാണ് ഈ ഹൂത്തികൾ അല്ലെങ്കിൽ യമനികൾ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ ഇവിടെയുള്ള ജനങ്ങളുടെ താല്പര്യമാണ്, ഈ യമനിലുള്ള ജനങ്ങളുടെ കൂടി താല്പര്യമാണ് ഈ ഇസ്രായേലിന്റെ ആധിപത്യത്തിനെതിരെ, അധിനിവേശത്തിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത്. ഈ അറബ് നാടുകളിലുള്ള ജനങ്ങളുടെ താല്പര്യം അതാണ്. പക്ഷെ അവരുടെ നേതൃത്വത്തിന് അത് സാധിക്കില്ലാത്തത് കൊണ്ടാണ് ഇത് പോകാത്തത് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ അത് പക്ഷെ സ്ഥായിയായിട്ട് നിലനിൽക്കില്ല. അവരുടെ ആയുധശേഷി ഇതെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപക്ഷെ അവര് തകർന്നോ അല്ലെങ്കിൽ അവർ പിന്നോക്കെ പോകാനുള്ള സാധ്യതയാണ് കൂടുതൽ. പ്രത്യേകിച്ച് ഈ ഹൂത്തികൾ എന്ന് പറയുന്ന ഗ്രൂപ്പുകൾക്ക് ഇറാൻ പോലുള്ള രാഷ്ട്രത്തിന്റെ പിന്തുണ കൂടി ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അത്തരത്തിലുള്ള പിന്തുണ ഇല്ലാതായി കഴിഞ്ഞാൽ ഒരുപക്ഷെ, കാരണം ഇവരൊന്നും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലൂടെ അവർ സ്വയം വികസിപ്പിച്ചിട്ടുള്ള ആയുധങ്ങളൊന്നുമല്ല ഹൂത്തികൾ പോലുള്ള ഗ്രൂപ്പുകളെല്ലാം ഉപയോഗിക്കുന്നത്. അത് എല്ലാം വേറൊരു നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ അത്തരത്തിലുള്ള അതിന്റെ റൂട്ട്, ആ ചാനൽ തകർത്തു കഴിഞ്ഞാൽ പിന്നെ അവരുടെ റെസിസ്റ്റൻസ് എല്ലാം ഇല്ലാതായി പോകുന്നുള്ളതാണ്. അപ്പൊ അതെല്ലാം താൽക്കാലികമായിട്ടുള്ള ഒരു പ്രശ്നപരിഹാരം മാത്രമാണ് ഹൂത്തികൾ പോലുള്ള അല്ലെങ്കിൽ റിബൽ ഗ്രൂപ്പുകൾ, പ്രോക്സികൾ എന്നൊക്കെ പറയുന്ന ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകളുടെ പ്രതികരണങ്ങൾ. അതിൽ നിന്നെല്ലാം മറികടന്ന് കുറെ കൂടി ആധുനിക വൈജ്ഞാനിക ലോകത്തേക്കുള്ള പുരോഗതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ മാത്രമേ അവിടെയും നമുക്ക് പരിഹാരം കാണാൻ കഴിയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇസ്രായേലിന്റെ സമീപകാലത്തുള്ള സമീപനങ്ങൾ നോക്കുകയാണെങ്കിൽ, നേരത്തെ അമേരിക്ക പറഞ്ഞാൽ അതിന് ആ ചൊൽപ്പടിക്ക് നിൽക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് പ്രത്യക്ഷമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് കാണാനുണ്ട്. അമേരിക്ക അറിയാതെ തന്നെ ആക്രമണങ്ങൾ ഉണ്ടാകുന്നു. ഇപ്പോൾ ഇറാനിൽ നടത്തിയ ആക്രമണം, ഖത്തറിൽ നടത്തിയ ആക്രമണം, ഇറാനിൽ അമേരിക്കയാണ് ഖത്തറിൽ നടത്തിയ ആക്രമണം. ഈ ഖത്തറിൽ നടത്തിയ ആക്രമണത്തിന് ശേഷമാണ് അമേരിക്ക അറിയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മാറിയ സാഹചര്യം മറ്റു രാഷ്ട്രങ്ങളുടെ നിലപാടുകളിലും ഉണ്ടാവുന്നുണ്ടോ എന്നുള്ളത് പൊതുവിൽ അമേരിക്കയുടെ ഒരു നിലപാടിനെ എങ്ങനെയാണ് നമുക്ക് കാണാൻ കഴിയുക? അമേരിക്ക ഇപ്പോൾ ഇസ്രായേൽ അടിക്കുന്ന വഴിക്ക് പോകുന്ന കാളയായി മാറിയിട്ടുണ്ടോ? അതെ, അത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ നടപടി കൂടുതലായിട്ട്, അതായത് അമേരിക്കയെ അനുസരിക്കാത്ത ഒരു ഇസ്രായേൽ എന്ന് പറയുന്ന രീതിയിലുള്ള ആ ഒരു നടപടി കൂടുതലായിട്ട് നമ്മൾ കാണാൻ കഴിയുന്നത് ഈ നെതന്യാഹു പ്രൈം മിനിസ്റ്റർ ആയതിനു ശേഷമുള്ള ഒരു നടപടിയാണ്. അതിന് മുന്നേ അത്രത്തോളം നമുക്ക് കാണാൻ കഴിയില്ല. എന്നിരിക്കെ തന്നെ ഈ ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം 1948 അമേരിക്കയുടെ പിന്തുണയോടുകൂടി ഇസ്രായേൽ സ്ഥാപിതമായതിനു ശേഷം ഈ അറബ് ഇസ്രായേൽ വാർ നടക്കുന്നത്, 1956 യുദ്ധം നടക്കുന്നുണ്ട്, ഈ സൂയസ് കനാൽ ക്രൈസിസ് നടക്കുന്നു. ആ ഒരു സാഹചര്യത്തിൽ അമേരിക്കയുടെ തീരുമാനങ്ങൾക്ക് അപ്പുറത്ത് ഇസ്രായേൽ സ്വന്തമായിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നു എന്നുള്ള വിയോജിപ്പ് അന്നേ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാലങ്ങൾ കഴിയുമ്പോൾ അമേരിക്കയുടെ ഒരു എന്താണ് പറയുക, ഒരു നിയന്ത്രണ ശേഷി ഇസ്രായേലിന് മേലെയുള്ളത് ഇല്ലാതാകുന്നുണ്ട്. അത് യാഥാർത്ഥ്യമാണ്. അതുമാത്രമല്ല, അമേരിക്കയിലുള്ള വലിയ ക്യാപിറ്റലിസ്റ്റുകൾ, ബാങ്കേഴ്സ്, അതുപോലെ തന്നെ ഇവരുടെ എല്ലാവരും നിയന്ത്രണത്തിലാണ് അവിടെയുള്ള. അതുപോലെ തന്നെ അവിടെയുള്ള മിലിറ്ററി ഇൻഡസ്ട്രി,
അപ്പോൾ അവരെല്ലാം നിയന്ത്രിക്കുന്ന ഒരു ഗ്രൂപ്പാണ് ഇവർക്ക് എല്ലാം പിന്തുണ നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള രാഷ്ട്രീയ നേതാവിന് അതിനെ ഒരു വർഷം മറികടക്കാൻ കഴിയില്ലാത്തൊരു സാഹചര്യം വരും. അമേരിക്കൻ പ്രസിഡന്റ് അതിനെ മറികടക്കാൻ കഴിയില്ലാത്തൊരു സാഹചര്യം വരും. അപ്പോഴാണ് ഇവർ സ്വതന്ത്രമായിട്ട് തീരുമാനങ്ങൾ എടുക്കുകയും അത് മറ്റു രാഷ്ട്രങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുന്നത്. അത് ഒരുപക്ഷെ പല ആക്രമണങ്ങളും ഇറാനെ ആക്രമിച്ചതോ അല്ലെങ്കിൽ ഖത്തറിനെ ആക്രമിച്ചതോ അമേരിക്കൻ പ്രസിഡന്റ് അല്ലെങ്കിൽ അമേരിക്ക അറിയാതെ പോകുന്ന ഇത്തരത്തിലുള്ള സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അമേരിക്കയിൽ ഒരു സയനിസ്റ്റ് ലോബിയുടെ നിയന്ത്രണം തീർച്ചയായിട്ടും ഉണ്ട്. ചില ആളുകൾ പറയുന്ന തെറ്റിദ്ധാരണ ജൂയിഷ് ലോബി എന്നുള്ളത്, അങ്ങനെ ജൂയിഷ് ലോബി അല്ല, ഒരു സയനിസ്റ്റ് ലോബി എന്നുള്ളത് ഉണ്ട്. എല്ലാ ജൂത വിഭാഗക്കാരെയും അങ്ങനെ ഒരു സയനിസ്റ്റുകളായിട്ട് ഉൾപ്പെടുത്തുന്നതിൽ വലിയ അബദ്ധമുണ്ട്. അത് തെറ്റാണ്. അത് കൃത്യമായിട്ട് ജനാധിപത്യ ബോധമുള്ള, മതേതര ബോധമുള്ള, അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് ചിന്തിക്കുന്ന, എല്ലാ വിഭാഗ ആളുകളെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുന്ന സാമൂഹ്യ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം ജൂത വിഭാഗങ്ങളുണ്ട്. ഇസ്രായേലിന്റെ അകത്തും ഉണ്ട് എന്നുള്ളതാണ് സത്യം. അമേരിക്കയിലുണ്ട്, എല്ലാ ഭാഗത്തും ഉണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഗ്രൂപ്പുകൾക്ക് അപ്പുറത്തുള്ള സയനിസ്റ്റ് ഗ്രൂപ്പുകളുടെ വലിയൊരു ആധിപത്യം ഉള്ളതുകൊണ്ടാണ് ഇത്തരത്തിൽ സാധിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അമേരിക്കയുടെ ഏറ്റവും ഒടുവിൽ വരുന്ന ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് അമേരിക്ക ഒരു ഷട്ട് ഡൗണിലേക്ക്, അടച്ചുപൂട്ടലിലേക്ക് പോകുന്നു, അവരുടെ ഒരു സാമ്പത്തിക നില പരുങ്ങലിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അത് ആഗോളതലത്തിൽ എല്ലാവരെയും ബാധിക്കാവുന്ന ഒരു റിസഷനിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പ്രശ്നം കൂടിയാണ്. ആ ഒരു വിഷയം ഈ രാഷ്ട്രീയ പ്രശ്നത്തെ എങ്ങനെ ബാധിക്കും എന്നാണ് കരുതുന്നത്? ഈ പ്രശ്നത്തെ ബാധിക്കാൻ സാധ്യത കൂടുതലാണ് എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. അതായത് ലോകത്ത് 1991 സോവിയറ്റ് യൂണിയന്റെ തകർച്ചയ്ക്ക് ശേഷം ഒരു ഇരുധ്രുവ ലോക രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു ഏകധ്രുവ ലോക രാഷ്ട്രീയമായിട്ട് പരിണമിച്ചിരുന്നു, യൂണിപോളാർ വേൾഡായിട്ട് പരിണമിച്ചിരുന്നു. അന്ന് ആ 91 ശേഷം കഴിഞ്ഞ ഒരു 30 വർഷമായിട്ട് ലോക ആധിപത്യം പുലർത്തിയിരുന്ന അമേരിക്ക ഒറ്റയ്ക്ക് തന്നെയായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ കാലഘട്ടത്തിന്റെ ഒരു അന്ത്യം കൂടി നമ്മളിവിടെ കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ലോകത്തെ രാഷ്ട്രീയ ആധിപത്യ മുന്നേറ്റങ്ങൾക്ക് ഉപരി സാമ്പത്തികമായിട്ടുള്ള വലിയ മുന്നേറ്റം നടക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. പ്രത്യേകിച്ച് ചൈനയുടെ ഒരു റൈസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ചൈനയുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിലുള്ള വളർച്ച, അതിലൂടെ അവർ നേടിയെടുത്ത വലിയ സാമ്പത്തിക മുന്നേറ്റം അമേരിക്കയെ ഈ യൂണിപോളാർ വേൾഡിൽ നിന്ന് പിന്നോക്കം കൊണ്ടുപോയി വീണ്ടും ഒരു മൾട്ടിപോളാർ വേൾഡ് ഉണ്ടാക്കുന്ന സാഹചര്യത്തിലേക്ക് കൊണ്ടുപോയി എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് അമേരിക്കയിലുള്ള ഇത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കെല്ലാം വളർച്ചയ്ക്ക് ഉപാധിയായി അല്ലെങ്കിൽ വളർച്ചയ്ക്ക് കാരണമായി അവർ ഉപയോഗിച്ചിരുന്ന ഇന്ത്യക്കാരെയാണ്. ഇന്ത്യയിൽ നിന്നുള്ള വലിയ സയന്റിസ്റ്റുകൾ, സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ് എല്ലാം അമേരിക്കയിൽ ചെന്നുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ശാസ്ത്ര സാങ്കേതിക വിദ്യകൾക്കെല്ലാം വലിയ മുന്നേറ്റം നൽകുന്നതിന് സഹായമായത്. പക്ഷേ ഇപ്പൊ അവർക്കെതിരെ വലിയ H-1B വിസയ്ക്ക് വലിയ പേയ്മെന്റ് കൊടുത്തിരിക്കുകയാണ്. അപ്പൊ അത് വലിയൊരു തിരിച്ചടിയായി ഈ ഇന്ത്യക്കാരെല്ലാം തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ അമേരിക്കക്ക് വലിയ ദോഷം ചെയ്യും. അപ്പൊ അവിടെ സംഭവിക്കാൻ പോകുന്ന അമേരിക്കയുടെ സ്വയം പര്യാപ്തതയിലുള്ള വലിയ വീഴ്ചയാണ്. കാരണം അമേരിക്കയിൽ അത്തരത്തിലുള്ള സയന്റിസ്റ്റുകൾ അവർക്ക് വളർത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരുടെ യൂണിവേഴ്സിറ്റികൾ വഴിയോ അല്ലെങ്കിൽ അവരുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ വഴിയോ അത്തരത്തിലുള്ള വലിയ സയന്റിസ്റ്റുകളെ വളർത്തിയെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവിടെ വളരെ വ്യക്തമാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് അത് വലിയൊരു അവസരം കിട്ടുന്നുണ്ട്. അതിനേക്കാൾ ഉപരി വലിയ അവസരം കിട്ടുന്നത് ചൈനയ്ക്കാണ്. കാരണം ചൈന അവിടെയുള്ള യുവാക്കളെ അല്ലെങ്കിൽ അവിടെയുള്ള വിദ്യാർത്ഥികളെ വിദേശത്ത് അയച്ച് പഠിപ്പിക്കുകയും ശാസ്ത്ര സാങ്കേതിക വിദ്യയിലെല്ലാം വലിയ പുരോഗതി നേടുകയും അവർ അത് വീണ്ടും ചൈനയിൽ ഇൻവെസ്റ്റ് ചെയ്യും, ചൈനയെ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ചൈനയ്ക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കുന്നത് സഹായിച്ചിട്ടുണ്ട്. ഇതൊരിക്കലും അമേരിക്ക ഗുണകരമായിട്ടില്ല. അമേരിക്കയ്ക്ക് അവരുടെ ആളുകളെ അത്തരത്തിലുള്ള ട്രെയിൻ ചെയ്ത് അതിന് പ്രശ്ന പരിഹാരത്തിനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ള വലിയൊരു കാര്യമാണ്. അമേരിക്കയിൽ നിന്ന് വലിയ കൊഴിഞ്ഞുപോക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഡീഡോളറൈസേഷൻ നടക്കും. ഡീഡോളറൈസേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള കറൻസി, ആഗോള കറൻസി എന്നുള്ള അമേരിക്കൻ ഡോളറിന്റെ ആ പദവി നഷ്ടപ്പെടുകയും ചൈനീസ് കറൻസിയോ റഷ്യൻ കറൻസിയോ ഇന്ത്യൻ കറൻസിയോ ആ തലത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അമേരിക്കയുടെ ആ ഒരു ലോക ആധിപത്യം തകരുകയും അത് സ്വാഭാവികമായിട്ട് ഇസ്രായേലിനെ ബാധിക്കുകയും ചെയ്യും. കാരണം അമേരിക്ക ക്യാപിറ്റലിസത്തിന്റെ വലിയൊരു ഔട്ട്പുട്ടായിട്ടാണ് ഇസ്രായേൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഇസ്രായേലിന്റെ ഒരു എന്താണ് പറയുക, അതിന്റെ നിലനിൽപ്പിനെ ബാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകരെല്ലാം കരുതുന്നത്. അതായത് സാഹചര്യങ്ങളെല്ലാം അനുകൂലമാണ് പലസ്തീൻ രാഷ്ട്രം എന്നുള്ളത്. അത് ആ രാഷ്ട്ര രൂപീകരണത്തിലേക്ക് പോവുകയും ചെയ്യും. പക്ഷേ 66,000 മേൽ ഇപ്പോൾ അടുത്ത ആളുകൾ കൊല്ലപ്പെട്ടിരിക്കുന്നു. വലിയൊരു വംശീയ ഹത്യയാണ് നടന്നിരിക്കുന്നത്. ആ ഒരു നഷ്ടം നികത്താനാവുമെന്നത് കരുതുന്നില്ല. അതെ, അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ വലിയൊരു ദുരന്തത്തിന്റെ, അതായത് ലോകത്തെല്ലാം ലൈവ് ടെലികാസ്റ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ ഒരു കൂട്ടക്കൊലയാണ് ഇപ്പൊ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കി. ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഹിറ്റ്ലർ കൂട്ടക്കൊലകൾ ചെയ്തു.
പക്ഷെ അതൊന്നും ലൈവായിട്ട് ആർക്കും ടെലികാസ്റ്റ് ചെയ്യാനോ റിപ്പോർട്ട് ചെയ്യാനോ പറ്റിയിരുന്നില്ല. അത് ചെറിയ ഡയറി കുറിപ്പുകളിലൂടെയോ മറ്റു സംസാരങ്ങളിലൂടെയൊക്കെയാണ് ലോകത്ത് പുറത്തു വന്നത്. പക്ഷെ ഇതെല്ലാം ലൈവാണ്. അത്തരത്തിലുള്ള സാഹചര്യം നമ്മൾ ഇത്തരത്തിലുള്ള ആധുനിക ലോകം രൂപീകരിക്കപ്പെട്ടു, അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് സ്ഥാപിക്കപ്പെട്ടു, ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനങ്ങൾ ഉണ്ടായി, മനുഷ്യാവകാശ സംഘടനകൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും ഉണ്ടായി വന്നിട്ടുണ്ട്. ലോകത്ത് മിക്കവാറും രാഷ്ട്രങ്ങളിൽ മനുഷ്യാവകാശ സംഘടനകളുണ്ട്. അതേപോലെ തന്നെ മനുഷ്യന്റെ സ്വയം നിർണയാവകാശം, സെൽഫ് ഡിറ്റർമിനേഷൻ എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടായി വന്നിട്ടുണ്ട്. ഇത്തരത്തിലുള്ളൊരു സാഹചര്യം ഉണ്ടായി വന്നതിന് ശേഷം, അതോടൊപ്പം തന്നെ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നോർവേയിൽ നിന്നുണ്ടായി വന്നിട്ടുള്ള പീസ് സ്റ്റഡീസ്, പീസ് ആൻഡ് കോൺഫ്ലിക്ട് റെസൊല്യൂഷൻ എന്ന് പറയുന്ന അക്കാഡമിക് ഡിസിപ്ലിൻ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനെല്ലാം ശേഷം നടക്കുന്ന ഏറ്റവും വലിയ ഒരു കൂട്ടക്കൊല, രക്തച്ചൊരിച്ചിലായിട്ട് തന്നെയാണ് നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഇനി വരുന്ന തലമുറ ഇത്തരത്തിലുള്ള ഒരു കൂട്ടക്കൊലകൾക്ക് ദൃക്സാക്ഷിയാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുന്ന ഒരു തലത്തിലേക്ക് പോകും. ഇത്തരത്തിലുള്ള പഠന മേഖലകളെല്ലാം വികസിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരേ സമയം തന്നെ വാർ സ്റ്റഡീസ് ഉണ്ട്, യൂണിവേഴ്സിറ്റികളിൽ വാർ സ്റ്റഡീസ് ഉണ്ട്, സെക്യൂരിറ്റി സ്റ്റഡീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ പിന്നിലാണെങ്കിലും പീസ് ആൻഡ് കോൺഫ്ലിക്ട് സ്റ്റഡീസ് എന്ന് പറയുന്ന ഡിസിപ്ലിൻ കൂടി വളർന്നു വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള അതിന്റെ എല്ലാം വളർച്ച കൂടി ഒരുപക്ഷെ ഈ ഇത്തരത്തിലുള്ള മാനവിക ദുരന്തങ്ങൾ ഉണ്ടാകാതെ പ്രശ്നപരിഹാരത്തിലേക്ക് പോകുമെന്നാണ് ഞാൻ കരുതുന്നത്. പ്രശ്നപരിഹാരം എന്ന ഒരു സാധ്യതയിലേക്ക് ഇസ്രായേൽ വരുന്നതിന്റെ കാരണങ്ങൾ കൂടി നമുക്കൊന്ന് ചെറുതായി പരിശോധിച്ച് പോകാമെന്ന് വരുന്നുണ്ട്. അതായത് ആഗോളതലത്തിൽ ഉണ്ടാകുന്ന റെസിസ്റ്റൻസുകൾ, പ്രതിരോധങ്ങൾ തന്നെയാണോ ഇസ്രായേലിനെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്? കാരണം നമുക്ക് ഐക്യരാഷ്ട്ര സുരക്ഷാ സമിതിയിലെ ആ പ്രതിഷേധം നമുക്കറിയാം. ഒട്ടേറെ രാഷ്ട്രത്തലവന്മാർ അടക്കം ഇസ്രായേലിനെതിരെ സംസാരിച്ചിട്ടുണ്ട്. അതൊരു കാരണമായിട്ടുണ്ടോ? അതെ, അത് ഇപ്പോ ഇസ്രായേലിന്റെ ഇത്തരത്തിലുള്ള കൂട്ടക്കൊലകളെ ഇല്ലാതാക്കി അവരെ ഒറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുമായിട്ടുള്ള ബിസിനസ് പാർട്ട്ണർഷിപ്പ്, അവരുടെ ട്രേഡ് ആരൊക്കെയായിട്ടാണ് ഉള്ളത് അത് നിർത്തലാക്കാൻ അവർ തന്നെ തയ്യാറാകുക എന്നുള്ളത്. ഇപ്പോൾ അയൽരാഷ്ട്രമായിട്ടുള്ള തുർക്കി തന്നെ, അല്ലെങ്കിൽ മറ്റ് അയൽ രാഷ്ട്രങ്ങൾ ഇത്തരത്തിലുള്ള അവരെ ഒറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള ഈ മാനവിക ദുരന്തം സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടി അവരെ ഒറ്റപ്പെടുത്തുക, ബിസിനസ്സിലോ അല്ലെങ്കിൽ ട്രേഡ് പാർട്ട്ണർഷിപ്പിലോ എല്ലാം ഒറ്റപ്പെടുത്തുന്ന രീതിയിലേക്ക് കൊണ്ടുപോയി ഒരു ദ്വിരാഷ്ട്ര പ്രശ്ന പരിഹാരം. ഇപ്പോൾ നമ്മൾ പലസ്തീൻ രാഷ്ട്രം സ്ഥാപിച്ചെടുക്കുന്നു എന്നതിന്റെ അർത്ഥം ഇസ്രായേലിലുള്ള എല്ലാ മനുഷ്യരെയും ഇല്ലാതാക്കി അവിടെ ഇസ്രായേൽ എന്ന ഒരു രാഷ്ട്രത്തെ തന്നെ നശിപ്പിച്ചുകൊണ്ടുള്ള അങ്ങനെ ഒരു പരിഹാരം ഒരിക്കലും ചിന്തിക്കാനും പാടില്ല. ഈ കാലഘട്ടത്തിൽ ഒരു ദ്വിരാഷ്ട്ര ഫോർമുലയാണ് ഇവിടെ രൂപീകരിക്കേണ്ടത്. ആ ഒരു കാഴ്ചപ്പാട് ലോക രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഉണ്ടാകേണ്ടതുണ്ട്. ഒരു ഭാഗത്ത് ഇസ്രായേലും അതിന്റെ അതിർത്തിയിൽ തന്നെ പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രം ഉണ്ടാവുകയും ജെറൂസലം എന്ന് പറയുന്ന നഗരത്തിന് എല്ലാവർക്കും തുല്യ പങ്കാളിത്തം വരുന്ന രീതിയിലേക്ക് ഒരു പ്രശ്നപരിഹാര ഫോമുലേറ്റ് ചെയ്തെടുക്കണം. എങ്കിൽ മാത്രമേ ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുള്ളൂ. ജെറൂസലം എന്ന് പറയുന്ന നഗരത്തിലെ എല്ലാ സെമിറ്റിക് വിഭാഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള പ്രവേശനം ലഭിക്കണം, പങ്കാളിത്തം ഉണ്ടാകണം എന്നുള്ളൊരു പരിഹാരത്തിലേക്ക് പോകണം എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത്. UN എന്നൊരു ബോഡിയെ ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ അടക്കം UN പ്രസക്തി നഷ്ടമായി എന്ന തരത്തിലുള്ള ചർച്ചകളും സമാന്തരമായി നടക്കുന്നുണ്ട്. UN അപ്രസക്തമായി കഴിഞ്ഞിട്ടുണ്ടോ? യുണൈറ്റഡ് നേഷൻസിന്റെ ഭാവി എന്ന് പറയുന്നത് ഈ ഒരു ചോദ്യം വർഷങ്ങളായിട്ട് ഈ ഇന്റർനാഷണൽ റിലേഷൻസിലെല്ലാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ അത്തരത്തിലുള്ള ഒരു ലോകരാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നതിനുള്ള, അതിന് സ്വതന്ത്രമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന ശേഷി ആദ്യം മുതലേ ഇല്ല എന്നുള്ളതാണ് സത്യം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തെ ദേശരാഷ്ട്രങ്ങൾ രൂപം കൊള്ളുന്നത് 17-ാം നൂറ്റാണ്ടിലാണ്. ഈ AD 1648 വെസ്റ്റ്ഫാലിയ ട്രീറ്റിക്ക് ശേഷമാണ് ലോകരാഷ്ട്രങ്ങൾ, പരമാധികാര രാഷ്ട്രങ്ങൾ എന്ന് പറയുന്ന സങ്കല്പം, സോവറിൻ സ്റ്റേറ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പം അംഗീകരിക്കുന്നത്. അതായത് ഫ്രാൻസ്, ബ്രിട്ടൻ, ജർമ്മനി ഇങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ അന്ന് ഉണ്ടായിട്ടില്ല എങ്കിലും അവരുടെ ആദിമ രൂപം അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ പരമാധികാരം അതിർത്തികൾക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കും, അതിൽ നിങ്ങൾ ഇടപെടാൻ പാടില്ല. ഇപ്പൊ ലോക സോവറിറ്റി എന്ന് പറയുന്ന രാഷ്ട്രീയ സങ്കല്പം ഉണ്ടായി വരുന്നുണ്ട് അതിനുശേഷം. അപ്പോൾ ഈ രാഷ്ട്രീയ സങ്കല്പം നിലനിൽക്കെ തന്നെ ലോകത്തെ വേറൊരു സംഘടനകൾക്ക് പോലും വേറൊരു ശക്തിക്കും എന്തില്ല, ഒരു രാഷ്ട്രത്തിന്റെ മേലെ അധികാരമില്ല എന്നുള്ളൊരു സങ്കല്പം വരുന്നുണ്ട്. അപ്പൊ ആ സോവറിറ്റി എന്ന് പറയുന്ന സങ്കല്പത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഓരോ രാഷ്ട്രങ്ങളും നിലനിൽക്കുന്നത്. ഇന്ത്യക്ക് ഇന്ത്യയുടെ സോവറിനിറ്റി ഉണ്ട്, ചൈനയ്ക്ക് അവരുടേതുണ്ട്, അല്ലെങ്കിൽ ശ്രീലങ്കയ്ക്ക് ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലണ്ട്, UK ഉണ്ട്. അപ്പോൾ അത് നിലനിൽക്കെ അതിന് പുറമെ ഉള്ള ഒരു ഇന്റർനാഷണൽ ആയിട്ടുള്ള ബോഡിയാണല്ലോ, ഒരു അധികാര കേന്ദ്രമായിട്ടാണല്ലോ നമ്മൾ UN സങ്കല്പിക്കേണ്ടത്. അപ്പോൾ അതിന് എപ്പോഴും അതിന്റെ തുടക്കത്തിൽ തന്നെയാണെങ്കിൽ ഒരു പരിമിതമായിട്ടുള്ള അധികാര ശക്തി അതിനുള്ളൂ. അതിനെയും കൂടി മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താണ് പറയുക, അതിന്റെ ഒരു ഘടന രൂപീകരിച്ചിട്ടുള്ളതാണ് അതിനകത്തുള്ള യുണൈറ്റഡ് നേഷൻസ് സെക്യൂരിറ്റി കൗൺസിൽ.
5 സ്ഥിര അംഗങ്ങളെ നിർമ്മിച്ചുകൊണ്ടുള്ള ആ കൗൺസിൽ, അതിന്റെ തന്നെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് തന്നെ ഇതിന്റെ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അധികാരത്തിനെ തന്നെ പരിമിതപ്പെടുത്തുന്ന രീതിയിലേക്കാണെന്നുള്ളത്. വീറ്റോ അധികാരം നമുക്കറിയാലോ. ഡൈല്യൂട്ട് ആ ഈ 5 മെമ്പർമാരിൽ ഏതെങ്കിലും ഒരു അംഗം അതിനെ എതിർത്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ തീരുമാനം തന്നെ അതെ നിഷ്ഫലമായി പോകുന്ന രീതിയിലാണ്. അപ്പോൾ എന്താണ് നമ്മൾ യുണൈറ്റഡ് നേഷൻസിന്റെ അധികാരത്തിന്റെ ഒരു രീതി എന്നുള്ളത് ഒരു ചോദ്യമാണ്. അത് ആദ്യം മുതലേ ഉള്ള ഒരു ചർച്ചയാണ്, ഒരു ഡിസ്കഷനാണ്. അതിന്റെ ബാക്കിയായിട്ട് പറയേണ്ടതാണ് ഇപ്പോൾ നെതന്യാഹുവിനെതിരെയുള്ള അറസ്റ്റ് വാറണ്ട്. അത് നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യാൻ ആർക്കും കഴിയില്ലല്ലോ. അതെ 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 അതെ. ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ്, ഈ യുണൈറ്റഡ് നേഷൻസിന്റെ ഭാഗമായിട്ടുള്ള ഇന്റർനാഷണൽ കോർട്ടാണത്. അപ്പോൾ ആ കോർട്ടിൽ മെമ്പർഷിപ്പ് ഇല്ലാത്ത രാഷ്ട്രമാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. അപ്പോൾ നെതന്യാഹുവിന് സ്വതന്ത്രമായിട്ട് അമേരിക്കയിലേക്ക് പോവാം, തിരിച്ചു വരാം. പക്ഷെ അതിൽ മെമ്പർഷിപ്പ് ഉള്ള രാഷ്ട്രങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അറസ്റ്റിന് വിധേയമാകേണ്ടി വരും എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം അമേരിക്കയിലേക്ക് യാത്ര ചെയ്തപ്പോൾ ഈ രാഷ്ട്രങ്ങളുടെ എയർ സ്പേസ് തന്നെ ഒഴിവാക്കിക്കൊണ്ട് അതെ അതെ ഒഴിവാക്കിക്കൊണ്ടാണ് അമേരിക്കയിലേക്ക് യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള രാഷ്ട്രത്തിന്റെ, പക്ഷേ ഇതേ സമയം തന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ സെക്യൂരിറ്റി കൗൺസിൽ നിലനിൽക്കുന്നു, അമേരിക്കയുടെ ഒരു ആധിപത്യം അവിടെ ഉണ്ട് യുണൈറ്റഡ് നേഷൻസിന്റെ അകത്ത്. പലപ്പോഴും അതിനെതിരെ വോട്ട് ചെയ്യുന്നു തീരുമാനങ്ങൾക്കെതിരെ. അപ്പൊ അങ്ങനെ ഒരു എന്താണ് പറയുക, ഒരു പ്രതിസന്ധി ഘട്ടം കൂടി അതിനകത്തും കൂടി ഉണ്ട്.